ഈ കമേഴ്ഷ്യൽ ഇതിനൊക്കെ ഒരുപാട് തെറ്റുകൾ വരും. അവരുടെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങോട്ടുള്ള ഒരു 45 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സിൽ ഡെയിലി പേപ്പർ വായിച്ചിട്ട് പ്രധാനപ്പെട്ട ഏതെങ്കിലും മലയാളം പേപ്പർ, മാതൃഭൂമി, മനോരമയോ വായിച്ചിട്ട് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ ഓരോ ഡേറ്റ് ഇട്ട് ഇന്ന് August 15 അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് ഇങ്ങനത്തെ പേപ്പർ വായിച്ചിട്ട് പ്രധാനപ്പെട്ട കറണ്ട് ഇവൻറ്റ്സ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ മനസ്സിലാവും ഏത് കാര്യമൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. ഇന്റർവ്യൂ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്കൊരു PSC പരീക്ഷയൊക്കെ എഴുതി ശീലമുള്ളവരാണ്. അപ്പം നിങ്ങൾക്കറിയാം വായിക്കുമ്പോൾ എന്ത് വായിച്ച് എടുക്കണം, എന്ത് വായിച്ച് തള്ളണം, എന്ത് ഒഴിവാക്കണം, എന്ത് കൊള്ളണം എന്ന് അറിയാൻ പറ്റും. ഇപ്പോ ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. ഞാൻ ചോദിക്കുകയാണ്, ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മുഖ്യ അതിഥി ആരായിരുന്നു ഇന്ത്യയിൽ? ആരെങ്കിലും പറയൂ, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. ശരണ്യ പറഞ്ഞാണ്ട് ആരുമില്ല. കോവിഡ് ആയതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ആരും മുഖ്യ അതിഥിയായിട്ട് വിളിച്ചില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തലവനെയൊക്കെ വിളിക്കുമായിരുന്നു. ഇതൊരു ചോദ്യമാണ്, ഇന്റർവ്യൂവിന് വന്ന് ചോദിക്കാം. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. അപ്പൊ ആരുമില്ല എന്ന് പറയുമ്പോൾ പറയണം, സർ ഇപ്രാവശ്യം കോവിഡ് ആയതുകൊണ്ട് നാം പ്രത്യേക സുരക്ഷയുടെയും കരുതലിനെയും മുൻനിർത്തിക്കൊണ്ട് ആരെയും മുഖ്യാതിഥിയായി ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ പറയണം. എന്താണ് പറയുന്ന രീതി? ഇനി ഞാനിത് പറഞ്ഞു തരില്ല. ഒരേ ഒറ്റ വാക്കിലൊന്നും പറയരുത്. ഇപ്പൊ പറഞ്ഞു ഓക്കെ, പിന്നെ ഇനി അത് പറയുമ്പോൾ ഒരു സെന്റൻസിലാക്കി പറയണം. അപ്പൊ അതിൽ നിന്ന് പൂർണ്ണ ബോധ്യം വരണം ബോർഡിന്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ആരുമില്ല എന്നുള്ളത്. കോവിഡാണ്, അതുകൊണ്ടാണ് പ്രത്യേക കരുതലും സുരക്ഷയും ആവശ്യമാണ്. നിങ്ങൾക്ക് നല്ല സാമൂഹ്യ ബോധമുണ്ട് എന്ന് ബോർഡിന് മനസ്സിലാവും. ഇപ്പൊ കറണ്ട് അഫയേഴ്സ് പറ്റുമെങ്കിലല്ല, ഒരു മലയാളം ദിനപത്രം എപ്പോഴും വായിക്കണം. എന്നിട്ട് അന്നുള്ള ഒരു 10-15 കറണ്ട് അഫയേഴ്സ് കുറിച്ച് വെക്കുക. അങ്ങനെ ഒരു 45 ദിവസം നിങ്ങൾ വായിച്ചാൽ 450 കറണ്ട് അഫയേഴ്സ് തൽക്കാലം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. അപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ഉത്തരം പറയാൻ. രണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പത്രം കൂടി വായിക്കാനൊന്ന് നോക്കണം. പറ്റുമെങ്കിൽ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എല്ലാ വീട്ടിലും ഇംഗ്ലീഷ് പത്രം നമ്മൾ വാങ്ങിക്കുന്നുമില്ല. വാങ്ങിച്ചാൽ തന്നെ പലപ്പോഴും സമയം കിട്ടണമെന്നില്ല വായിക്കാൻ. ആ രീതി കുറേശ്ശെ ഒന്ന് മാറ്റിയിട്ട് ഒരു ഇംഗ്ലീഷ് പത്രം കൂടി വായിക്കണം. എന്നിട്ട് ഭാഷാ പ്രാവീണ്യം വളർത്തണം. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് ഭാഷാധ്യാപകർ മാത്രമല്ല, ശാസ്ത്രം പഠിച്ചാലും ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും ഗണിതം പഠിച്ചാലും ഒക്കെ വളർത്തിയെടുക്കേണ്ട ഒന്നാണ് ഭാഷ എന്ന് പറയുന്നത്. നമുക്ക് പല തകരാറുമുണ്ട്. ശാസ്ത്രം പഠിച്ചാലും വിചാരിക്കും അവൻ മലയാളം, അവൻ ഹിന്ദി, അവൻ ആർട്സ്, ഞാനെന്താ വലിയ ആൾ സയൻസ് എന്ന്. ഇതൊക്കെ വെറും വിഡ്ഢിത്തങ്ങളാണ്, മുൻവിധികളാണ്. എന്തും വളരുന്നത് ഭാഷയിൽ കൂടിയാണ്. ശാസ്ത്രമായാലും ചരിത്രമായാലും സാമ്പത്തിക ശാസ്ത്രമായാലും ഒക്കെ വളരുന്നത് ഭാഷ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഭാഷയില്ലെങ്കിൽ ഒന്നുമില്ല. നമ്മൾ E=mc² പഠിപ്പിക്കണമെങ്കിൽ എനർജി മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ എന്നാണ് പഠിപ്പിക്കേണ്ടത്. വിഷയം ശാസ്ത്രമാണ്. വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിൽ കൂടി കുട്ടിയെ ആ പഠനത്തിലേക്ക് നയിക്കുന്നത് ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയം എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. വെദർ ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ ഹിന്ദി, ദാറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ലാംഗ്വേജ്, ചോംസ്കി ഒക്കെ പറഞ്ഞ പോലെ ചോംസ്കിയുടെ കൺസെപ്റ്റ് അബൌട്ട് ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ്. ചോംസ്കി ഭാഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഷയെക്കുറിച്ചല്ല പറയുന്നത്, ഇംഗ്ലീഷോ മലയാളമോ അങ്ങനെയല്ല, ഫ്രഞ്ചോ എന്നൊന്നല്ല പറയുന്നത്. ഭാഷ എന്ന് പറയുന്ന ആ ജൈവിക സംവിധാനം ഉണ്ടല്ലോ, അത് വളരുന്ന രീതിയെക്കുറിച്ചാണ് പിയാഷയും അതുപോലെ തന്നെ ചോംസ്കിയും വോർഫും ഒക്കെ പറഞ്ഞത്. ഞാൻ 3 ആളുടെ പേര് പറഞ്ഞു: ബെഞ്ചമിൻ വോർഫ്, ജീൻ പിയാഷെ, നോം ചോംസ്കി.
നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ആ പേജിൽ നിങ്ങൾ ഈ 3 പേര് ഒന്നും കൂടി എഴുതി വെക്കുക. എന്നിട്ട് കോമൺ ആയിട്ട് ഭാഷ എന്നും കൂടി എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഭാഷ എന്താണ്. ഈ 3 ആളും ഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാവും. സിമ്പിൾ. അങ്ങനെയാണ് പഠിക്കേണ്ട രീതി. അപ്പോൾ ചോംസ്കി പറയുന്നത് ഭാഷ, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, സാർവലൗകിക വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ. ചോംസ്കിയുടെ കുറേ സിദ്ധാന്തങ്ങളുണ്ട് ഭാഷയായി ബന്ധപ്പെട്ട്. ഈ എല്ലാവരും ശ്രദ്ധിക്കണേ, ഭാഷാധ്യാപകർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഭാഷാധ്യാപകരല്ല, ഏതെങ്കിലും ഒരു ഭാഷയാണ് ഓപ്ഷണൽ സബ്ജക്റ്റായി പഠിച്ചവരെങ്കിൽ അവർ കാര്യമായിട്ടും മറ്റുള്ളവരും കാര്യമായിട്ടും കണക്ക് പിടിച്ചാലും ശ്രദ്ധിക്കുക. ചോംസ്കി പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഷക്കും പൊതുവായ ഒരു വ്യാകരണമുണ്ട്. അതായത് ഭാഷ കുട്ടികൾ ഗ്രഹിച്ചെടുക്കുന്ന ഒരു പദഘടനയും ഒരു വ്യാകരണ രീതിയുമുണ്ട്. അതെല്ലാ ഭാഷക്കും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഏത് ഭാഷയും പഠിച്ചെടുക്കാൻ പറ്റും. ഭാഷാർജന ശേഷി വരുന്നത് വരെ, അതായത് ഒരു കൗമാരത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കുട്ടികളും ലാംഗ്വേജ് അക്വിസിഷൻ പവർ നേടിക്കഴിഞ്ഞു. ഇത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നടക്കുന്നതൊക്കെ വൊക്കാബുലറി എൻറിച്ച്മെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഭാഷ ഗ്രഹിക്കാനുള്ള ശേഷി കുട്ടികൾക്ക് ഒരു 12 വയസ്സോടുകൂടി അഡോളസൻസിലേക്ക് പോകുന്നതോടുകൂടി കുട്ടികൾ നേടിക്കഴിഞ്ഞു. അത് കാരണം ഏത് ഭാഷ പഠിക്കാനുമുള്ള എല്ലാ ഭാഷക്കുമുള്ള ഒരു പൊതുവായ വ്യാകരണ രീതിയുണ്ട്. ഇതാണ് സാർവലൗകിക വ്യാകരണം എന്നുള്ളത് കൊണ്ട് ചോംസ്കി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഒരു അച്ഛനും അമ്മക്കും ജനിച്ച കുട്ടിക്ക് ഏത് ഭാഷ പഠിക്കാനാണ് കഴിവുള്ളത് എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അക്കോർഡിംഗ് ടു ചോംസ്കി മലയാളം അല്ല, ഏത് ഭാഷയും പഠിക്കാനുള്ള കഴിവ് കുട്ടിക്കുണ്ട്. ചോംസ്കിയുടെ അഭിപ്രായത്തിൽ തിരുവനന്തപുരത്ത് ഒരു മലയാളിയായ അച്ഛനും അമ്മക്കും ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് ഫ്രഞ്ച് പഠിക്കാനുള്ള കഴിവും മലയാളം പഠിക്കാനുള്ള കഴിവും ഒരുപോലെയാണ്. പക്ഷെ സാഹചര്യത്തിന്റെ അനുകൂല ഘടകം കൊണ്ട് മലയാളം പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കൊണ്ടാണ് സാർ ഈ ഒരു കഴിവ് കിട്ടുന്നത്. ഡിവൈസ് എന്ന് പറയുന്നത് ശരിയാണ്. ഭാഷാ സമ്പാദന ഉപാധി അത് വേറെ കൺസെപ്റ്റാണ്. അതായത് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് ഭാഷ ആർജിക്കാനുള്ള മസ്തിഷ്കത്തിൽ ഒരു പ്രത്യേക സംവിധാനത്തോടു കൂടിയാണ്, ഭാഷ ആർജിച്ചെടുക്കാനുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത്. അത് ഇന്ന ഭാഷ എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മലയാളിയായ കേരളത്തിലെ ഒരു ദമ്പതിമാർക്ക് ജനിക്കുന്ന കുട്ടി, അതെ LAD ജന്മസിദ്ധമാണ്. അതായത് ഭാഷാർജന ഉപാധി എന്ന് പറയുന്നത് ജനിക്കുമ്പോഴേ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് മലയാളം മാത്രമേ പഠിക്കാൻ പറ്റൂ എന്നില്ല, ഏത് ഭാഷയും പഠിക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട്. പക്ഷെ നമ്മളിവിടെ അതിനുള്ള സാഹചര്യം അതായതുകൊണ്ട് മലയാളം പഠിക്കുന്നതേ ഉള്ളൂ. ഫ്രാൻസിലാണെങ്കിൽ ആ കുട്ടി ഇതേപോലെ ഫ്രഞ്ചും പഠിക്കും. ഓക്കെ, അങ്ങനെ ഭാഷയെക്കുറിച്ച്. അപ്പം ഭാഷാധ്യാപകരല്ല, എല്ലാ അധ്യാപകരും അതിനെക്കുറിച്ച് ഒന്ന് നോക്കണം. പിയാഷെ പറയുന്നത് ചിന്തയാണ് ഭാഷയെ നയിക്കുന്നത് എന്നാണ്. പല പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ട് പല പരീക്ഷക്കും. കേട്ടറ്റ് പരീക്ഷകൊക്കെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ആ ചോദ്യങ്ങൾ. ചിന്തയാണ് ഭാഷയെ നയിക്കുന്നത് എന്ന് ഇതായിരുന്നു ചോദ്യം. ജീൻ പിയാഷെ. അതായത് നിങ്ങൾ ഏത് ലാംഗ്വേജ്, ഏത് പദം ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ നിർണയിക്കപ്പെടുന്നത് അയാളുടെ ചിന്തയാണ്. ചിന്ത ശരിയായ രീതിയിലാണെങ്കിൽ നല്ല ഭാഷാപ്രയോഗം നടത്തും. ചിന്ത മോശമാണെങ്കിൽ അതിനനുസരിച്ച് ഭാഷയും മോശമാവും. അങ്ങനെ ഉദാഹരണങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ സമൂഹത്തിൻ്റെ ഉദാഹരണങ്ങൾ നോക്കിയാൽ മതി. ഭാഷയിൽ വൈവിധ്യം സൃഷ്ടിക്കാനുള്ള കഴിവ് പല ആൾക്കും പല രീതിയിലാണ്. അതുകൊണ്ടാണ് MT വാസുദേവൻ നായർ എഴുതുന്നത് പോലെ നമുക്ക് എഴുതാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുന്നത് പോലെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റാത്തത്.
അത് ഭാഷാ വൈവിധ്യത്തിലുള്ള ശേഷി ചിന്തയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ചിന്തയാണ് ഭാഷയെ നയിക്കുന്നത് എന്നാണ് പിയാഷ പറയുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായം പറയുന്ന മറ്റൊരാളുണ്ട്, ബെഞ്ചമിൻ വോർഫ്, അമേരിക്കൻ ലിംഗ്വിസ്റ്റാണ്. വോർഫ് പറയുന്നത്, WHORF, വോർഫ് പറയുന്നത് ഭാഷയാണ് ചിന്തയെ നയിക്കുന്നത് എന്ന്. യേശു ഓപ്പോസിറ്റാ പറയുന്നത്. ചിന്തയാണ് ഭാഷയെ നയിക്കുന്നത് എന്ന് പറയുമ്പോൾ വോർഫ് പറയുന്നത് ഭാഷയാണ് ചിന്തയെ നയിക്കുന്നത് എന്ന്. സാമുവൽ ജോൺസൺ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത്, സാമുവൽ ജോൺസൺ ലിംഗ്വിസ്റ്റ്, അതുപോലെ തന്നെ നിഘണ്ടുകാരനൊക്കെയാണ്. സാമുവൽ ജോൺസൺ പറയുന്നത് ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ. ഏകദേശം പിയാഷ പറഞ്ഞ അതേ അഭിപ്രായം. ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ. അതായത് ചിന്ത എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചാണ് പ്രകടമാവുന്നത്. നമ്മളെ വസ്ത്രത്തിൽ കൂടിയല്ലേ പ്രകടമാവുന്നത് ഒരു കാര്യം, ശരീരം. അതേപോലെ തന്നെയാണ് ചിന്തയുടെ വസ്ത്രമാണ് ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭാഷ ഡെവലപ്പ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. അത് മലയാളം പഠിച്ചാലും ചരിത്രം പഠിച്ചാലും കണക്ക് പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം. എൻ്റെ വിഷയം ഫിസിക്സ് ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. എൻ്റെ വിഷയം ഇംഗ്ലീഷാണ്, അതുകൊണ്ട് മലയാളം പഠിക്കണ്ട. ഇതൊക്കെ എന്തൊക്കെയോ മുൻവിധികളാണ്. അതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത്. അതുകൊണ്ട് വൊക്കാബുലറി രണ്ട് ഭാഷയിലും ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഇംഗ്ലീഷ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ്റർവ്യൂവിൽ നിങ്ങളോട് ഇംഗ്ലീഷിലാണ് ചോദ്യം ചോദിക്കുന്നെങ്കിൽ, അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, മലയാളത്തിൽ തന്നെ ആയിരിക്കും ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക. എങ്കിലും ഇംഗ്ലീഷ് ഒരു ഐച്ഛിക വിഷയമായിട്ട് പഠിച്ച ആളോട് ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വരാം. അപ്പൊ അവർ ഇംഗ്ലീഷിൽ തന്നെ മറുപടി പറയണം. അവരെന്നല്ല, ആരോടും, മലയാളം പഠിച്ച ആളോടും സപ്പോസ് ദി ബോർഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ്, യു മസ്റ്റ് ട്രൈ ടു ഡെവലപ്പ് എ ഹാബിറ്റ് ഓഫ് റിപ്ലൈയിങ് ഇൻ ഇംഗ്ലീഷ്. അതായത് നമ്മളോട് ഇങ്ങോട്ട് സംസാരിച്ചത് ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയാം ഇംഗ്ലീഷ് തന്നെ. പക്ഷെ എങ്കിലും ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കില്ല, മലയാളത്തിൽ തന്നെയാണ് എല്ലാ ചോദ്യങ്ങളും വരിക. പക്ഷെ കുറെ പദങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പൊ ഇന്ന് മുതൽ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യം, ഒന്ന് കറണ്ട് അഫയേഴ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നിങ്ങൾ ഇന്റർവ്യൂവിന് ഹാജരാവുന്ന ആ ദിവസം വരെയുള്ള പത്രങ്ങൾ വായിച്ചിരിക്കണം. പലപ്പോഴും ചോദിക്കും, ഓക്കെ പത്രമൊക്കെ വായിക്കാറുണ്ടല്ലോ അല്ലേ? ശരിയാണ്. ഏത് പത്രം ഇന്ന് വായിച്ചത്? സാധാരണ വായിക്കാറ് സർ മാതൃഭൂമിയാണ്. ശരി, ഇന്നത്തെ മാതൃഭൂമിയുടെ ഹെഡിങ് എന്തായിരുന്നു? ഈ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ അന്നത്തെ പത്രം വായിക്കണ്ടേ? വായിക്കണം. അപ്പൊ ഇത് വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും, ബോർഡിന് മനസ്സിലാവും നമ്മൾ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് അല്ല എന്ന്, അല്ലെങ്കിൽ കാര്യങ്ങൾ നവങ്ങളായിട്ട് അനുദിനം സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് ബോർഡിന് മനസ്സിലാവും. അത് ശരിയല്ല. അധ്യാപകൻ എപ്പോഴും ഒരു നിരന്തര വിദ്യാർത്ഥി ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ടീച്ചർ ഷുഡ് ബി എ കണ്ടിന്യൂസ് ലേണർ ഓൾവേസ്. കണ്ടിന്യൂസ് ലേണറാണ് നിങ്ങൾ എന്ന് ബോർഡിനെ തോന്നിപ്പിക്കും വിധം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു മലയാളം പത്രവും പറ്റുമെങ്കിൽ ഒരു ഇംഗ്ലീഷ് പത്രവും വായിക്കുക എല്ലാ ദിവസവും. സമ്മതിച്ചല്ലേ കാര്യങ്ങൾ? സമ്മതിച്ചു സർ. രണ്ടാമത്തെ കാര്യം, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇനി അങ്ങോട്ട്, ഇന്നു മുതൽ തന്നെ ഈ മാനസിക സംഘർഷങ്ങൾ എങ്ങനെ ഒഴിവാക്കാന്നൊക്കെ പറയാൻ ഈസിയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പറയാൻ ഈസിയാണ്, പ്രവർത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്രവർത്തിക്കാൻ അസാധ്യമൊന്നുമല്ല. വെറുതെ വീടാണ് നിങ്ങളുടെ സാമൂഹ്യ സാഹചര്യം എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടാവും, അത് നിങ്ങളുടെ ഒരു സാമൂഹ്യ സാഹചര്യമാണ്. അപ്പം മനുഷ്യൻ ഇടപഴകുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ, ഒന്നോ ഒന്നിൽ കൂടുതലോ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഓരോ ആളും ഇടപഴകുന്നുണ്ടാവും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. അതിലെന്താ ചെയ്യുന്നിപ്പോഴ്? അതിര സുബലക്ഷ്മി
ഒന്നും ചെയ്യുന്നില്ല സാർ. ഒന്നും ചെയ്യുന്നില്ല. ശ്രീലക്ഷ്മി പറയും. ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞാലും എന്തൊക്കെ സാർ ചെയ്യുന്നു? ഞാനിവിടെ ഒരു CBSE സ്കൂളില് +2 ഇംഗ്ലീഷ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അതെ, എനിക്ക് മനസ്സിലായി. നേരത്തെ പറഞ്ഞപ്പോ എന്റെ ഓർമ്മയിൽ വന്നു. അപ്പോ നിങ്ങൾക്ക് നിത്യേന ഇപ്പൊ 2 സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ സ്കൂളില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ വീട് എന്നുള്ള സാമൂഹ്യ സാഹചര്യം. പിന്നെ നിങ്ങളുടെ അയൽപ്പക്കം എന്നുള്ള കുറച്ചും കൂടെ വിശാലമായ ഒരു സാമൂഹ്യ സാഹചര്യം, ഒരു എൻസർക്കിൾഡ് സൊസൈറ്റി. പിന്നെ നിങ്ങളുടെ തൊഴിലിടം എന്ന് പറയുന്ന ഒരു എൻസർക്കിൾഡ് സൊസൈറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾ ചില സാധനങ്ങൾ വാങ്ങാൻ പാൽക്കടയിലോ മീൻ വാങ്ങാനോ പച്ചക്കറി വാങ്ങാനോ ഒക്കെ പുറത്തു പോകും. അപ്പോൾ മാർക്കറ്റും ഒരു വിപണി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടാവും. ഏത് സാഹചര്യത്തിൽ പോയി ഇടപഴകുമ്പോഴും ഇനി മുതൽ അനാവശ്യ കാര്യങ്ങളിൽ പോയി ഇടപഴകരുത്. നമുക്ക് നേരിട്ട് ബാധിച്ചാൽ തന്നെയും നമ്മുടെ മനസ്സിനെ മതിക്കുന്ന രൂപത്തിൽ, വേദനിപ്പിക്കുന്ന രൂപത്തിൽ ആ സാഹചര്യം ഡെവലപ്പ് ചെയ്യാതെ നോക്കണം. കാരണം നമുക്ക് ഇന്റർവ്യൂ ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മാനസിക ആരോഗ്യവും മാനസിക സ്ഥിരതയും മനോധൈര്യവും മനോബലവും വേണം. അതുകൊണ്ട് സപ്പോസ് നിങ്ങൾ വാഹനം ഓടിക്കുകയാണ്, 2 വീലർ ഓടിക്കുകയാണ്, ഒരാൾ നിങ്ങൾക്ക് സൈഡ് നിന്നില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ പിറകിൽ വെച്ച് അനാവശ്യമായിട്ട് ഹോണടിച്ചു. എനിക്ക് പണ്ട് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. ഒരു ബസ് എന്റെ പിന്നിൽ വന്നിട്ട് വല്ലാത്ത രൂപത്തിൽ ഹോണടിച്ചു. ഞാൻ അതിനെതിരെ ഒരു പരാതിയൊക്കെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ബസ്സിന്റെ ഞാൻ പറഞ്ഞത് എനിക്ക് മാനസിക, അതായത് എല്ലാം വെപ്രാളം സൃഷ്ടിക്കുന്ന വിധത്തിലൊരു വാഹനം പിന്നിൽ നിന്ന് ഹോണടിച്ചു. ഞാൻ 10-15 കൊല്ലം മുമ്പാണ്. ഇപ്പൊ ഇതൊക്കെ മാറി. കാരണം അത് നമ്മൾ ഒരുപാട് വിഷമിപ്പിക്കും. നമ്മുടെ വലിയ അനാവശ്യമായ ലഹളക്ക് പോകരുത്. വീടുകളിലാണെങ്കിലും അച്ഛനമ്മമാരോടോ ഹസ്ബൻഡിനോടോ ഭാര്യയോടോ അനാവശ്യമായിട്ടുള്ള ആശയ സംവാദങ്ങൾ, തർക്കങ്ങൾ ചെറിയ രീതിയിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക സമൂഹത്തിൽ എവിടെയായാലും. കാരണം ഇത് നമ്മുടെ മനസ്സുകാരനും പറഞ്ഞോളൂ. എന്തായാലും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അതിനുള്ള മാർഗങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഞാനിപ്പോൾ ചെറിയ ചെറിയ മാർഗങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. അപ്പൊ നമ്മൾ റോഡിൽ കൂടി പോകുമ്പോൾ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ ഉടനെ പ്രതികരിക്കാനൊന്നും പോകണ്ട. കാരണം ആത്യന്തികമായിട്ട് നമുക്ക് നഷ്ടം ഉണ്ടാക്കുക. കാരണം നമ്മളൊരു ഇന്റർവ്യൂവിന് ഹാജരാകാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നല്ല മാനസികാരോഗ്യം വേണം. അതിന് വീട്ടിലാണെങ്കിലും മതി. നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്, ചെറിയ തിരക്കായിരിക്കും, വളരെ വർത്താനം പറയും വീട്ടിൽ. അങ്ങനത്തെ ഒന്നും ഡെവലപ്പ് ചെയ്യാതെ നോക്കണം. പിന്നെ ഇന്റർവ്യൂവിന്റെ 2-3 ദിവസം നന്നായിട്ട് ഉറങ്ങണം. മുമ്പ് അധിക നേരം വരെ ഇരുന്ന് ശരീരവും മനസ്സൊന്നും ക്ഷീണിക്കരുത്. നല്ല ഉറക്കം ആവശ്യമാണ്. പിന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പറയണം വീട്ടുകാരോട്, അത് അച്ഛനോടായാലും അമ്മയോടായാലും ഹസ്ബൻഡിനോടായാലും വൈഫിനോടായാലും പറയണം, ഇനി എനിക്ക് ഇന്റർവ്യൂ ആണ്. നിങ്ങൾക്കറിയാലോ, ഇതെൻ്റെ മാത്രം കാര്യമല്ല, ഇത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു ജോലി കിട്ടിയ പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ കൂടി എഫക്ട് ചെയ്യുന്ന സ്വാധീനിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ജോലികളൊക്കെ ഭാര്യയോടും, ഭർത്താവാണെങ്കിൽ ഭർത്താവ് പറയണം നിങ്ങളും കൂടി ചെയ്യണം, ഭാര്യയാണെന്ന് പറയണം നിങ്ങളും കൂടി ചെയ്യണം, എനിക്ക് കുറെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, അപ്പോൾ ഒന്ന് സഹായിക്കണം. അങ്ങനെ ഒരു പരസ്പര സഹായത്തോടു കൂടി കാര്യങ്ങൾ ചെയ്ത് ലളിതമാക്കാൻ നിങ്ങളുടെ ജോലി ഭാരം കുറക്കുക വീടുകളിലെ. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. തുറന്ന് സംസാരിച്ചാൽ മതി എല്ലാവരോടും, വീട്ടിലെ ആൾക്കാരോടും. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്റർവ്യൂ ഹാളിൽ കൃത്യസമയത്ത് എത്തണം. ഈ കൃത്യസമയം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് 10 മണിക്കാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒരു 9 മണിക്ക് മുമ്പേ അവിടെ എത്തണം. 11 മണിക്കാണ് ഇന്റർവ്യൂവിന് ടൈം തന്നിരുന്നെങ്കിൽ 10 മണിക്ക് മുമ്പേ എത്തണം. കൃത്യമായിട്ട് ഓരോ ആളും നേരത്തെ തന്നെ ഇന്റർവ്യൂ ഹാളിൽ എത്തണം.
ഈ നേരത്തെ എത്തുവാൻ എന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്കറിയാം കോവിഡ് ആണ്. ഒരുപക്ഷെ ആ സമയത്ത് ഈ സാഹചര്യം ആയിരിക്കില്ല. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാൽ ഞാൻ പറയുന്നത്, യാത്രാ സൗകര്യങ്ങൾ ചിലപ്പോൾ പരിമിതമായിരിക്കാം. അതുപോലെ തന്നെ യാത്രകളിൽ പല നിയന്ത്രണങ്ങൾ ഉണ്ടായേക്കാം. ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് ചിലപ്പോൾ വളരെ WIPR വളരെ കൂടുതലുള്ള പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലോ, WIPR എന്ന് പറഞ്ഞാൽ എന്താ? കോവിഡുമായി ബന്ധപ്പെട്ട് WIPR ഒരു പുതിയ വാക്ക് കഴിഞ്ഞ ഡെവലപ്പ് ചെയ്ത്. അറിയുന്ന ആളൊന്ന് എഴുതി കാണിക്കൂ. കറണ്ട് അഫയേഴ്സ് ആണത്. കറണ്ട് അഫയർ നമ്മൾ ചോദിക്കും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ. അറിയില്ല സർ. അതാ പ്രശ്നം വന്നത്. അതുകൊണ്ട് ഞാൻ പേപ്പർ വായിച്ച് കുറിച്ച് വെക്കാൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായി. അതായത് ഇതിൽ വീക്ക്ലി ഇൻഫെക്ഷൻ പോപ്പുലേഷൻ ഇപ്പൊ കാണാനും പറ്റൂല. ഇപ്പൊ മുക്കാല് തീർന്നു. വീക്ക്ലി ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ മനസ്സിലായില്ലേ? മനസ്സിലായി. മനസ്സിലായി സർ. അപ്പൊ വീക്ക്ലി ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10-ൽ കൂടുതലൊക്കെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ ABCD 4 കാറ്റഗറിയിൽ D കാറ്റഗറിയിൽ യാത്രാ സൗകര്യം ഒരു ഭാഗത്തുകൂടി മാത്രമേ ഉള്ളൂ. ഇന്റർവ്യൂ ഇങ്ങനെയുള്ള ഭാഗത്തൊന്നും നടക്കൂല, അതൊക്കെയാണ്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇന്റർവ്യൂവിലേക്ക് ഹാളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു പക്ഷേ ഈ D കാറ്റഗറിയിലുള്ള പ്രദേശത്തുകൂടി യാത്ര ചെയ്യണമെങ്കിലോ നിങ്ങൾ ചുറ്റി വളഞ്ഞു പോകേണ്ടി വരും. ഇതൊക്കെ ആലോചിക്കണം. ചെറിയ 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 കാര്യങ്ങൾ പോലും ആലോചിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്റർവ്യൂവിന് പോകുമ്പോൾ സാധാരണഗതിയിൽ തന്നെ നിങ്ങൾ 1 മണിക്കൂർ നേരത്തെ എത്തണം. ഈവൻ അതർവൈസ് ദർ ഈസ് നോ കോവിഡ്. പക്ഷെ കോവിഡ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ അവിടെ എത്തണം. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളെ പോലെ കുറെ പേര് അവിടെ ഇരിക്കുന്നുണ്ടാവില്ലേ? ഇപ്പൊ PSCയുടെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിലാണ് ഇന്റർവ്യൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും തിരുവനന്തപുരത്ത് ഒരു സ്കൂളിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗസ്റ്റ് ഹൗസിലാണ് ഇന്റർവ്യൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ സ്ഥല സൗകര്യത്തോടു കൂടി ഇന്റർവ്യൂ വെക്കും. ഒരേ സമയം 2-3 ബോർഡ് ഉണ്ടാവും. ഓക്കെ. അപ്പോ ഈ 2-3 ബോർഡിലെ കുട്ടികളോട് 10 മണിക്ക് ഹാജരാവാൻ ഒരു 10 കുട്ടികളോടെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടാവും 10 മണിക്ക് ഹാജരാവാൻ. ഇന്റർവ്യൂ തുടങ്ങുന്നു 10 മണിക്ക്. അപ്പൊ 10 മണിക്ക് ഹാജരാവാൻ ഒരാളോടല്ലല്ലോ പറയാ, 10 ആളോടെങ്കിലും പറയില്ലേ? അടുത്ത 10 ആളോട് ചിലപ്പോൾ 10:30-ക്ക് ഹാജരാവാനാ പറയാം. അടുത്ത 10 ആളോട് 11 മണിക്ക് ഹാജരാവാൻ പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഏത് സമയത്തെത്തിയാലും 10 മണിക്കുള്ളതോ 11 മണിക്കായാലോ 12 മണിക്കായാലോ 1 മണിക്കായാലോ 2 മണിക്കായാലോ ഓർ 4 മണിക്ക് ആണ് ഇന്റർവ്യൂവിൽ 4 മണിക്കായാലോ നിങ്ങൾ പോകുമ്പോഴേക്കും അവിടെ ഒരു 10-30 പേരെങ്കിലും അവിടെ ഉണ്ടാവും ഈ 2-3 ബോർഡിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇനി ഇവരോട് നിങ്ങൾ എങ്ങനെ സംവദിക്കണം? ഇവരോട് നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 1 മണിക്കൂർ, അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം നിങ്ങൾ ഹാളിൽ വെളിയിൽ ഇരുത്തിയിരിക്കുകയാണ്. PSCയുടെ ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളോട് വന്നിട്ട് പുറത്തിരിക്കാൻ പറയുന്നു. അതിന് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ കൂടെ തന്നെ തൊട്ടടുത്ത് മറ്റൊരാൾ ഇരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെ 10-30 പേരുണ്ടാവും ആ ഹാളിൽ. ആ വെയിറ്റിംഗ് ഹാളിൽ അത്രയും ആൾക്കാരുണ്ടാവും. അപ്പം അവരിൽ ചിലരോടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കും. എന്ത് സംസാരിക്കണം, എന്ത് സംസാരിച്ചു കൂടാ എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം നിങ്ങളോട്. നിങ്ങൾക്ക് അവരോട് സംസാരിക്കാവുന്ന ഏറ്റവും നല്ല കാര്യം 1-2 കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് മാത്രം സംസാരിക്കുക. അതായത് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം, എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? നല്ല പരീക്ഷയായിരുന്നു എന്ന് പറയാം. ഓക്കെ, സുഗന്ധനല്ലേ? ഓക്കെ, താങ്ക്സ്. ഇത്രയും മാത്രമല്ലാതെ ഒരു കാര്യം സംസാരിക്കരുത്. വൈ? നമുക്കൊരു ദുശ്ശീലമുണ്ട്. നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് വെറുതെ നമ്മൾ അവിടെ പോയിരിക്കും, സ്വറ പറയും, തമാശ പറയും, വരുന്നു. ശരിയല്ല. ഇപ്പൊ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? സ്വകാര്യ സ്കൂളിൽ. എത്ര ശമ്പളം കിട്ടും?
എന്തിനേത് ചോദിക്കുന്നു? നമുക്ക് എന്താ അറിഞ്ഞിട്ട് കാര്യം? ഒരു പക്ഷേ അത് അവരെ വേദനിപ്പിച്ചു എന്ന് വരാം. എന്ത് വളരെ കഠിനമായിട്ട് അവർ ആ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ടാവും, രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്നിട്ട് ഒരു 20,000 റുപ്യ എഴുതിയിട്ട് അവരോട് റെസീറ്റും വാങ്ങും, കയ്യിൽ ഒരു 5,000 റുപ്യൊക്കെ കൊടുക്കും. ഇതൊക്കെ മാനേജ്മെന്റ് സ്കൂളുകളിൽ ചെയ്യുന്നതൊക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്കതൊരു വിഷമാവും, ഇത് ശമ്പളം ചോദിക്കുന്നത്. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്ന വിവാഹമോചനം നേടിയ ഒരാളോടായിരിക്കും ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, ഭാര്യ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയില്ലല്ലോ അവരെ. അപ്പോൾ അത് അവർക്ക് വേദന ഉണ്ടാക്കും. അപ്പോൾ അവരുടെ ഇന്റർവ്യൂവിനും ബാധിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു എന്ന് വരും ഈ ചോദ്യം. നിങ്ങൾ ഒരു പക്ഷേ ഈ വേദന അനുഭവിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൂടാകെ സ്പോയിൽഡ് ആവും. അതുകൊണ്ട് നിങ്ങൾ ആരോടും അനാവശ്യമായിട്ട് അങ്ങോട്ട് കയറി അധികം സംസാരിക്കാൻ പോകരുത്. എങ്കിലും അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അക്കാഡമിക്കായിട്ട് ഏത് സബ്ജക്റ്റാണ് പഠിച്ചത്, പരീക്ഷ എളുപ്പമായിരുന്നു, നന്നായി പ്രിപ്പയർ ചെയ്തില്ലേ, ഗുഡ് ലക്ക്. അവരിൽ ആത്മവിശ്വാസം വളർത്തണം. അത് നിങ്ങൾക്കും ഒരു സമാധാനം കിട്ടും, അവർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ എത്ര കുട്ടികളുണ്ടെന്ന് വെച്ചാൽ ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞ് 10 വർഷമായിട്ട് ഒരു കുട്ടിയില്ലാതെ വിഷമിക്കുന്ന ഒരാളായിരിക്കാം അവർ. നമുക്കറിയില്ലല്ലോ അല്ലേ? അങ്ങനെയുള്ളവരോട് എത്ര കുട്ടികളുണ്ട്, അവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വിഷമം വരും. ഞാനിപ്പോൾ ആരോടും അത് ചോദിച്ചിട്ടില്ല. ആകെ കുട്ടികളുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ആരോടോ, മകനാണോ മകളാണോ, എന്ത് ചെയ്യുന്നു എന്നൊക്കെ. അത് ഈ ഫോണിൽ പ്രൊഫൈൽ ഫോട്ടോ കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അതർവൈസ് ഐ വുഡ് നോട്ട് ഹാവ് ആസ്ക്ഡ്. കാരണം നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതല്ലോ ഒരുപക്ഷെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് നിങ്ങളെയും അവരെയും മാനസികാവസ്ഥ അത് ബാധിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും പാടില്ല. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾ നേരത്തെ അവിടെ പോവുക, ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മാത്രം സംസാരിച്ച് കുറച്ചൊന്ന് മാറിയിരിക്കുക. നിങ്ങളുടെ മാനസികമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് 2-3 ദിവസം കുറെ കാര്യങ്ങൾ പഠിച്ചൊക്കെ മെല്ലെ ഒന്നും മനസ്സിന് സ്ട്രെസ് ഒന്നും കൊടുക്കാതെ ആലോചിക്കുക. വെപ്രാളം പരമാവധി ഒഴിവാക്കാൻ പറ്റുക നോക്കുക. വെപ്രാളം എങ്ങനെ ഒഴിവാക്കാം? അനാവശ്യമായിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആൾ ശ്രദ്ധിക്കുകയും ആ ഇന്റർവ്യൂ ഹാളിലേക്ക് വരവും പോവുകയും ചെയ്യുന്ന ആളെയൊക്കെ ശ്രദ്ധിക്കാനൊന്നും അധികം പോകണ്ട. അതൊക്കെ നിങ്ങളുടെ മനസ്സിനെ പേടിപ്പെടുത്തും ചിലപ്പോൾ. ബട്ട് എന്ത് ചെയ്യുക, അവിടെ ചെന്ന് ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കുക. നിങ്ങൾക്ക് തൊട്ട് മുമ്പ് ഇന്റർവ്യൂ ഹാളിലേക്ക് കയറിപ്പോയ ഇന്റർവ്യൂ പോയ രീതിയും ഇറങ്ങി വന്ന രീതിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇന്റർവ്യൂ ഹാളിലേക്ക് പോകുമ്പോൾ വസ്ത്രധാരണ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഡ്രസ്സിങ് കോഡും ഇല്ല, പക്ഷെ വസ്ത്രധാരണം എന്ന് പറയുന്നതിന് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സർ. എഴുതാതിരുന്ന എന്താ? ഓക്കെ. അപ്പോ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശ്രദ്ധിക്കേണ്ട വസ്ത്രധാരണം വളരെയധികം പുതുമയോ നോവൽറ്റി ഒന്നും കൊണ്ടുവരരുത്. നിങ്ങൾ നോർമലായിട്ട് വസ്ത്രം ധരിക്കുന്നത് പോലെ ചെയ്താൽ മതി. വസ്ത്രം ഷർട്ടാണ്, പാൻ്റാണെങ്കിൽ വലിയ പളവള മിന്നുന്ന ഷൈനിങ് ആയിട്ടുള്ള ഷർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. കുറെ കൂടെ ഐ ഫ്രണ്ട്ലി കളർ ഉപയോഗിക്കുന്ന, അതായത് വലിയ ഷൈനിങ് കളേഴ്സൊക്കെ ഉണ്ടല്ലോ, നല്ല ചുവപ്പും മിന്നുന്ന ഷർട്ടൊക്കെ, പുള്ളിയുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒന്നും വേണ്ട. സാധാരണ ലൈറ്റ് കളറിൽ വസ്ത്രം ധരിക്കുക. സാരി ആയാലും ബ്ലൗസ് ആയാലും ചുരിദാർ ആയാലും ഷർട്ടായാലും. ഓവർ കളർഫുൾ ആവരുത് വസ്ത്രം. അതായത് ബോഡിൻ്റെ അറ്റൻഷൻ നിങ്ങൾ എന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ വസ്ത്രധാരണത്തിലേക്ക് ഒന്നും മാറിപ്പോകരുത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന രീതികൾ ഉണ്ടാവാറുണ്ട്. ശരീരത്തോട് വളരെ ഒട്ടി നിൽക്കുന്ന വസ്ത്രങ്ങൾ ഇട്ട് പോകരുത്. ശരീരത്തിൽ നിന്ന് വളരെ അയഞ്ഞു നിൽക്കുന്ന വസ്ത്രങ്ങൾ ലൂസായിട്ടുള്ള ഇട്ട് പോകരുത്. ടീഷർട്ട് പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. ഷർട്ടിൻ്റെ മേലെ വല്ല എഴുത്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ഒരു നല്ല ലൈറ്റ് കളറായിട്ടുള്ള, ലൈറ്റ് കളറൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ അക്കോർഡിംഗ് ടു യുവർ ചോയ്സ്.
പക്ഷെ കാണാൻ ഇമ്പമുള്ള ചില കളറുകളൊക്കെ ഉണ്ട്. ബ്ലൂ ഒക്കെ കുറേ കൂടെ ഇംപ്രസീവാണ്. കണ്ണിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. തരംഗ ദൈർഘ്യം കുറഞ്ഞ കളറൊക്കെ ഉണ്ടല്ലോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഇതൊക്കെ തരംഗ ദൈർഘ്യം കുറഞ്ഞ കളറാണ്. ഐ എം നോട്ട് സജസ്റ്റിംഗ് യു ടു വെയർ ദോസ്. പക്ഷെ തരംഗ ദൈർഘ്യം കൂടിയതൊക്കെ ഉണ്ടല്ലോ, യെല്ലോ, ഓറഞ്ച്, റെഡ്, വിബ്ജിയോർ നമ്മൾ അങ്ങനെയല്ലേ കേട്ടത്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. റെഡ് ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയതാണ്. അതാണ് ട്രാഫിക് പോയിന്റിലൊക്കെ റെഡ് സിഗ്നൽ വെച്ചത്. ദൂരം നോക്കിയാൽ കാണാൻ പറ്റണം. അപ്പൊ ഈ റെഡൊക്കെ ഇട്ട് പോകുമ്പോണ്ടല്ലോ, ബോർഡിന് തന്നെ ആ അന്തരീക്ഷം ഒരു ഇതായിട്ട് പോകും. അതുകൊണ്ട് അത്തരം വസ്ത്രങ്ങൾ ഒഴിവാക്കുക. അയഞ്ഞ വസ്ത്രധാരണ രീതി ഒഴിവാക്കുക. ഇടുങ്ങിയ വസ്ത്രധാരണ രീതി ഒഴിവാക്കുക. ലെഗിൻസ് പോലുള്ള വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾ. ഓക്കെ. ഇപ്പോൾ ഷർട്ടും പാൻറ്റൊക്കെ നോർമലി ഇൻസെർട്ട് ചെയ്തിട്ടാണ്, ഷർട്ട് ഇൻസെർട്ട് ചെയ്ത് പോകുന്ന കണ്ടിട്ടാണെങ്കിൽ ഇൻസെർട്ട് ചെയ്തിട്ട് തന്നെ പോവാം. അപ്പം അന്നത്തെ ദിവസം ആദ്യമായിട്ട് പോയിട്ട് ഷർട്ട് ഇൻസെർട്ട് ചെയ്തിട്ട് ബോറാക്കണ്ട. ഞാനിപ്പോൾ ഈ ടൈ ധരിക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള വിശേഷ കോൺഫറൻസുകളിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഞാൻ സാധാരണ രീതിയിൽ ധരിക്കാറുള്ളതാണ്. ഞാനിപ്പോൾ ഈവൻ ഐ എം ടോക്കിംഗ് യു ഫ്രം മൈ ഓൺ ഹോം, ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ദിസ് ബിക്കോസ് ഐ യൂസ് ടു ഡു സോ. അങ്ങനെ ചെയ്യാറുണ്ട് കാലങ്ങളായിട്ട്. ഇന്ന് ആദ്യമായിട്ട് ഇടുന്നതല്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഞാനിത് ധരിച്ചെങ്കിൽ നിങ്ങൾക്കതൊരു ബോറായി തോന്നും, എനിക്കും അതൊരു ബോറായി തോന്നും. അതെൻ്റെ ആത്മവിശ്വാസത്തൊക്കെ ബാധിക്കും. ഇത് ബാധിക്കാറില്ല. കാരണം ഞാനിങ്ങനെ ക്ലാസ്സുകളിൽ, ഞാൻ നിങ്ങളുടെ തിരുവനന്തപുരത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കോവിഡിന് മുമ്പ്. അവിടെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ക്ലാസ് എടുക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ ഇപ്പോഴും ഇതെല്ലാം ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാനത് ധരിക്കുന്നത്. നിങ്ങൾ ചോദിക്കും, സാർ അങ്ങനെയല്ലല്ലോ പക്ഷെ ഇപ്പം ചെയ്തതെന്ന്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഷർട്ട് ഇൻസെർട്ട് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ സാധാരണ രീതിയിൽ ഇൻസെർട്ട് ചെയ്യുന്നത്, അല്ലാത്ത ആളാണെങ്കിൽ ഇൻസെർട്ട് ചെയ്യണമെന്നില്ല, സാധാരണ പോകുമ്പോൾ ചെയ്താൽ മതി. മുണ്ടുടുത്ത് ശീലമുള്ള ആളാണെങ്കിൽ മുണ്ടുടുക്കാം, തെറ്റൊന്നുമില്ല. മുണ്ടും നമ്മുടെ മലയാളികളുടെ ഒരു ദേശീയ വസ്ത്രം തന്നെയാണ്. അത് ചെയ്യാം. വലിയ വലിയ ആഭരണങ്ങളും ധരിച്ചു പോകരുത്. ഒരു 5 or 10 പവന്റെ മാലയൊന്നും ഇട്ടിട്ട് പോകരുത് കേട്ടോ, പ്ലീസ്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ മാല എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത്. 5 or 10 പവന്റെ മാലകളൊക്കെ തെളിയിടാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടാവാൻ നിങ്ങളുടെ ഇടയിൽ. പക്ഷെ ഞാൻ പൊതുവായിട്ട് പറയാണ്, അപ്പോൾ വലിയ ആഭരണങ്ങൾ ധരിക്കരുത്. ഒരു ഭംഗിക്ക് വേണമെങ്കിൽ ഒരു മാല ധരിക്കുക. അതിൽ തന്നെ ധരിക്കണമെന്നൊന്നുമില്ല, അത് സ്വർണ്ണമാവണമെന്നുമില്ല. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. പിന്നെ ആൺകുട്ടികൾ വലിയ ഒരു 3500, 4000 രൂപയുടെ സ്പോർട്സ് ഷൂ ഒക്കെ ഇട്ടിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ ഒരു ചപ്പ്, ഒരു നല്ല വൃത്തിയുള്ള ഒരു ഫുട് വെയർ മതി. ഇങ്ങനെ വസ്ത്രധാരണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഭാഗത്തോട്ട് വീഴ്ച ഉണ്ടാകരുതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇത് അല്ലാതെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ഇതുള്ളൂ. ഞാനൊന്നും പൊതുവായിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഐ ഓൺലി ജസ്റ്റ് ഹെൽപ്ഡ് യു ഹൗ ടു ബിഹേവ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇന്റർവ്യൂ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റോൾ നമ്പർ PSCയുടെ ഒരു ഉദ്യോഗസ്ഥൻ പുറത്തു നിൽക്കും. ഓക്കെ, യു ക്യാൻ എൻ്റർ എന്ന് പറയാം. ഈ എൻട്രി ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് നിരീക്ഷിച്ച് നിങ്ങളുടെ മനസ്സിനെ അതുമായിട്ടൊരു അഡാപ്റ്റേഷൻ കൊണ്ടുവരണം. പിയാഷെ പറഞ്ഞതുപോലെ അഡാപ്റ്റേഷൻ, സമായോജനം നടത്താറുണ്ട്. ആരുമായിട്ട്? സാഹചര്യങ്ങളുമായിട്ട്, പുതിയ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, അഭിനവങ്ങളായ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്തുണ്ടാവും? ഒരു പരിചയക്കുറവുണ്ടാവും, ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാവും, അല്ലേ? ഉണ്ടാവില്ല, ഒരു അൺഇക്വിലിബ്രിയം ഉണ്ടാവില്ലേ? അല്ലേ? അതായത് പിയാഷെ പറഞ്ഞ അതാണ്, പുതിയ പഠന സന്ദർഭങ്ങളുമായിട്ട് ആദ്യമായിട്ട് നേരിടുന്ന സമയത്ത് പഠിതാക്കളിൽ ഉണ്ടാവുന്ന ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. ഉദാഹരണത്തിന്, നഴ്സറി സ്കൂളിൽ പഠിച്ച കുട്ടി 5-ാം വയസ്സ് 6-ാം വയസ്സ് 1-ാം ക്ലാസ്സിലേക്ക് ചേർത്തു. ആദ്യത്തെ ദിവസം തന്നെ അമ്മ കുട്ടിയെ കൊണ്ട് 1-ാം ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ അമ്മ സ്കൂളിൽ കുട്ടിയാക്കി തിരികെ വരുമ്പോൾ കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ തന്നെ തിരികെ വരികയാണ്.
എന്തുകൊണ്ടാണ്? കാരണം ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്നൊരു പുതിയ പഠന സന്ദർഭമാണ്, പുതിയ സാഹചര്യം. പഠന സന്ദർഭം എന്ന് വെച്ചാൽ ക്ലാസ് ആണെന്നല്ല അർത്ഥം. പഠനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി കൈൻഡ് ഓഫ് ബിഹേവിയർ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ആർ എൻഗേജിങ് ഇൻ എ ലേണിംഗ് ആക്ടിവിറ്റി എന്നാണ്. റൈറ്റ്. അപ്പൊ അതുപോലെ കുട്ടി പുതിയ പഠന സന്ദർഭങ്ങളുമായി നേരിടുമ്പോൾ ഒരു അസന്തുലിതാവസ്ഥ ഉണ്ടാവും. ആ അസന്തുലിതാവസ്ഥ പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അക്കമഡേഷൻ, യേശ പറഞ്ഞ അടുത്ത വാക്ക്, 3 വാക്ക് പറഞ്ഞിട്ടുണ്ട്: അസിമിലേഷൻ, അഡാപ്റ്റേഷൻ, അക്കമഡേഷൻ. സ്വാംശീകരണം, സമായോജനം, സംസ്ഥാപനം. ഇത് എഴുതി വെക്കണം. യേശ 3 വാക്കുകൾ. സ്വാംശീകരണം. അപ്പൊ എനിക്ക് നിങ്ങൾ കുറച്ചും കൂടെ സൈക്കോളജിക്കൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ അറിവും കിട്ടിയല്ലോ. പരീക്ഷയ്ക്ക് ചോദിക്കും പിയാഷയുടെ സമായോജനം എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ നടന്നു വരുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയുമായിട്ട് നിങ്ങൾക്ക് അതിനെ ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇതായിരിക്കും ചോദ്യം. ആർക്കെങ്കിലും ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഇപ്പൊ കേരളത്തിലെ സ്കൂളിൽ പിയാഷയുടെ സമായോജനം എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിലെ ഒരു തത്വം നമ്മുടെ ക്ലാസ്സിൽ പ്രയോഗിക്കുന്നുണ്ട് സ്കൂളിൽ. കുറച്ചും കൂടെ ഹിന്റ് തരാം. ഓൺലൈൻ ലേണിംഗ് അല്ല അഞ്ചു, ആലോചിച്ചാൽ പറയും. ഞാൻ കുറച്ച് ഹിന്റ് തരാം. 1ാം ക്ലാസ്സിലെ കുട്ടി ആദ്യമായിട്ട് അമ്മ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവന്നാക്കി. കുട്ടിക്ക് പുതിയ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. കുട്ടി കരഞ്ഞ് അമ്മയുടെ കൂടെ തന്നെ സാരി തുമ്പും പിടിച്ച് പിറകെ പോവുകയാണ്. അപ്പൊ ടീച്ചർമാർ വന്നിട്ട് കുട്ടിയുടെ തോളിൽ തട്ടിയിട്ട് കുട്ടീനെ ആശ്വസിപ്പിച്ച് അമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ കൂട്ടിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോവാണ്. കുട്ടിക്ക് ഒരു മിഠായി ഒക്കെ കൊടുത്താണ്, ഒരു ബലൂൺ പ്രവേശനോത്സവം നടത്തുന്നില്ല. പറയാണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ പറയാതെയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അപ്പോഴാണ് ബോധ്യം വന്നത്. നേരത്തെ പോലെ ഇപ്പൊ പ്രവേശനോത്സവം നടത്തുന്നത് ഒരു തരം സമായോജന പ്രക്രിയയാണ്. ബോർഡ് ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിച്ചൊരു ഉത്തരം നൽകാം. അപ്പൊ കുട്ടികൾക്ക് അനുകൂലമായ പഠനാന്തരീക്ഷം ഉണ്ടാകുന്നു. മിഠായി കൊടുക്കുന്നു, ബലൂൺ കൊടുക്കുന്നു, കളർഫുള്ളായിട്ട് പാട്ട് കേൾപ്പിച്ചു കൊടുക്കുന്നു, പൂന്തോട്ടത്തിൽ കൊണ്ടുപോകുന്നു, പൂ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ കുട്ടിക്ക് എന്ത് തോന്നും? ടീച്ചർമാർ, നിങ്ങൾ 1ാം ക്ലാസ് അധ്യാപികയാവുന്ന സ്കൂളുകൾ ജോയിൻ ചെയ്യുമ്പോൾ എന്താ ആദ്യത്തെ പ്രവൃത്തി ദിവസം ചെയ്യുന്നത്? കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അമ്മ തിരിച്ചു പോകുമ്പോൾ കുട്ടിക്ക് അറിയുമ്പോൾ കുട്ടിയെ നിങ്ങൾ എടുക്കുകയല്ലേ ചെയ്യുന്നത്, നിങ്ങളുടെ കുട്ടികളെ പോലെ. സഹരക്ഷിതാവിനെ പോലെ പ്രവർത്തിക്കുക ചെയ്യുന്നത്. ഒരു അധ്യാപികയായി മാറി ഇന്നുകൊണ്ട് സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ പഠന സന്നദ്ധത കുട്ടികളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു അഡാപ്റ്റേഷൻ നടത്താനുണ്ട്. അത് ഈ കുട്ടികൾക്ക് മാത്രം പോരാ. ഇന്റർവ്യൂവിലേക്ക് ഹാജരാകുമ്പോൾ നിങ്ങൾ പുതിയ പഠന സന്ദർഭത്തെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡാപ്റ്റേഷൻ വരാനുണ്ട്. കുറെ ഇന്റർവ്യൂവിന് ഹാജരാകുമ്പോൾ അഡാപ്റ്റേഷൻ നടക്കും. പരിചയം ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ പോലെ അറ്റൻഡ് ചെയ്തതാണ്, ഞാൻ കഴിഞ്ഞ പോലെ വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിന് അത്ര വലിയ പേടി തോന്നില്ല. പക്ഷെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്ക് പുതിയ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ എപ്പോഴും ഒരു പൊരുത്തക്കേടുണ്ടാവും. കൊറോണയിൽ നമുക്ക് സംഭവിക്കുന്നത്, കോവിഡിൽ സംഭവിക്കുന്നത് അതാണ്. കോവിഡിൽ ലോകം മുഴുവൻ ഇപ്പോൾ അഡാപ്റ്റേഷൻ സ്റ്റേജിലാണ്. അക്കമഡേഷനിലേക്ക് എത്തിയില്ല, യേശ പറഞ്ഞു. പക്ഷെ ഇതിന് മുമ്പുള്ള പല അസുഖങ്ങളും നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എത്ര വലിയ അസുഖമാവട്ടെ, എയ്ഡ്സ് ആവട്ടെ, ക്യാൻസർ ആവട്ടെ, ക്ഷയമാവട്ടെ, പ്ലേഗ് ആവട്ടെ, വസൂരി ആവട്ടെ, ഇതൊക്കെ നേരിട്ടിട്ട്, ഇതൊക്കെ പുതിയ പുതിയ പഠന സന്ദർഭമാണ്. ഇതിനൊക്കെ നേരിട്ട് നമ്മൾ അതിന് മരുന്ന് കണ്ടെത്തി, നമ്മളതിന് വാക്സിൻ കണ്ടെത്തി, നമ്മൾ ചികിത്സിച്ചു, പലരെയും ഭേദാക്കി. ഇപ്പൊ ഡോക്ടർമാർക്ക് ആശയക്കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഒരു വലിയ ഞാനീ പറയുന്ന ഇല്ല. പക്ഷെ കോവിഡ് അങ്ങനെയാണോ? എന്ത് പറഞ്ഞാലും കോവിഡിന് ഇപ്പോ, കാരണം കോവിഡ് അത് പലതരത്തിലാണ് ശരീരത്തെ ബാധിക്കുന്നത്. നോ ഫൈനൽ സ്റ്റഡി ഹാസ് യെറ്റ് കൺക്ലൂഡഡ്. എന്താണ്
ഒന്നാമത് സർക്കാർ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ വിജ്ഞാപനങ്ങളായിട്ട് ഇറക്കുന്ന കാണുന്നില്ലേ? എന്തുകൊണ്ടാണ്? ഗവൺമെന്റ് ഈസ് സ്റ്റിൽ ഇൻ അഡാപ്റ്റേഷൻ സ്റ്റേജ്, ഫേസിങ് ഇംബാലൻസസ്, ഹൗ ടു ഫേസ് ദ ന്യൂ സിറ്റുവേഷൻ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. നമുക്ക് മാത്രമല്ല, ലോകത്താർക്കും അറിയില്ല. കോവിഡിൽ അതല്ലേ സ്ഥിതി? അതെ സർ. ശരി, ഇനി ഇപ്പോൾ വാക്സിൻ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു. വാക്സിൻ കണ്ടെത്തി, വാക്സിൻ പരീക്ഷിച്ച് അതിൻ്റെ ഗുണമേന്മ ബോധ്യപ്പെടാനൊക്കെ കുറേ 2-3 വർഷങ്ങൾ ഇനിയും എടുക്കും. എത്ര വേഗത്തിൽ നടന്നാലും അപ്പോഴേക്കും നമ്മൾ ഈ പിയാഷെ പറയുന്ന അഡാപ്റ്റേഷൻ ആയിരിക്കും വരും. ഇപ്പോൾ കോവിഡിൽ അഡാപ്റ്റേഷൻ വരാൻ 4-5 വർഷം എടുത്തേക്കാം. മറ്റ് പല രോഗങ്ങളിൽ, എയ്ഡ്സിലൊക്കെ അഡാപ്റ്റേഷൻ വരാൻ ഇതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിരുന്നു. കാരണം അന്ന് ഇത്ര ശാസ്ത്രം വളർന്നിട്ടില്ല. ഇന്ന് വളർന്നിട്ട് പോലും നമുക്ക് അഡാപ്റ്റേഷൻ സ്റ്റേജ് കടക്കാൻ പറ്റിയില്ല. പക്ഷെ 1-ാം ക്ലാസ്സിൽ കുട്ടികളെ അഡാപ്റ്റ് ചെയ്ത് കിട്ടാൻ ഒരാഴ്ച മതി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അക്കോമഡേഷൻ കുറെ കൂടെ എളുപ്പത്തിൽ സാധ്യമാവും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കോവിഡിലെ അഡാപ്റ്റേഷൻ നടക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ സർക്കാർ ഓരോരോ ഉത്തരവിറക്കുന്നത്. ഞാൻ ഉത്തരവിലേക്കൊന്നും പറയാനില്ല. വാക്സിൻ വാങ്ങിക്കാൻ, നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ ആർക്കൊക്കെ മാർക്കറ്റ് പോകാം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച മുമ്പ് ഒരു ഉത്തരവുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒന്നുകിൽ വാക്സിൻ എടുത്തിരിക്കണം 1 ഡോസെങ്കിലും, അല്ലെങ്കിൽ കോവിഡ് വന്നു പോയിട്ട് 1 മാസം കഴിഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ RT-PCR ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം. ഇതല്ലേ നമ്മൾ വിശ്വസിക്കാതെ പോയ കേരള സർക്കാർ ഇറക്കിയ ഉത്തരവ്? അതെ സർ. ഞാനതിന് പറയുന്നത് ഫൂളിഷ്നെസ് എന്നാണ്. കാരണമൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ടീച്ചിങ് ആണ് കേട്ടോ. ഇത് കോവിഡ് ആണ്, രാഷ്ട്രീയമാണെന്നൊന്നും കരുതരുത്. ഇതൊക്കെ ടീച്ചിങ് ആണ്. നമുക്കറിയാം, ഈ വാക്സിൻ ഇതുവരെ കൊടുത്തത് മുഴുവനും കൂടുതൽ പേർക്കും, ഭൂരിപക്ഷം പേർക്കും 45 വയസ്സ് അതിന് മുകളിൽ 60-70 വയസ്സുള്ളവർക്കാണ് കൊടുത്തത്. അപ്പോൾ വാക്സിൻ കിട്ടിയവരാണ് മാർക്കറ്റിൽ പോകേണ്ടത് എന്ന് പറയുമ്പോൾ 70 വയസ്സോ 60 വയസ്സുള്ള ഒരാൾ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങാൻ യോഗ്യനാണ്. അതേസമയം അയാളുടെ വീട്ടിൽ 25-30 വയസ്സുള്ള ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനുണ്ട്. ബട്ട് വാക്സിൻ കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് പുറത്തിറക്കാൻ പറ്റില്ല. അയാൾക്ക് കോവിഡ് വന്നിട്ടുമില്ല. അയാൾ വീട്ടിലിരിക്കണം. എന്നാൽ അയാളുടെ അച്ഛനോ മുത്തച്ഛനോ 70, 60, 80 വയസ്സുള്ള ആള് എന്താണ്, ഒന്നുകിൽ രോഗം വന്ന് പോയി, അല്ലെങ്കിൽ അവർക്ക് വാക്സിൻ കിട്ടി. അവരിതുമായിട്ട് പോയിട്ട് പുറത്തിറങ്ങണം. എന്നിട്ട് പുറത്ത് പോയിട്ട് മരിക്കണം. അതല്ലേ സംഭവിക്കുന്നത്? സാധ്യത അതല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വാക്സിൻ കൊടുക്കാൻ പറ്റാത്തിടത്തോളം കാലം വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണം എന്ന് നിർബന്ധം പിടിക്കുന്നതിന് എന്താ അർത്ഥം? അതും അർത്ഥമില്ല. അപ്പൊ ഇങ്ങനെ അർത്ഥരഹിതമായ ഒരുപാട് ഉത്തരവുകൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ അതൊക്കെ പിൻവലിച്ചു. അഭികാമ്യം എന്ന് പറഞ്ഞു, ഉത്തരവല്ല, അതാണ് അഭികാമ്യം എന്ന് പറഞ്ഞു. അതേസമയം ബിവറേജസ് കോർപ്പറേഷനിൽ പോയി വാങ്ങാൻ ഇതൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞു. അവസാനം കോടതി ഇടപെട്ട് പറഞ്ഞു, പാലും പച്ചക്കറിയും മീനും വാങ്ങാൻ പോകാൻ ഇതൊക്കെ വേണമെങ്കിൽ ബെവ്കോയിൽ പോയിട്ട് മദ്യം വാങ്ങാനും ഇത് ആവശ്യമാണ് എന്ന് കോടതി പറഞ്ഞു. അപ്പൊ അത് ഉത്തരവ് പിൻവലിച്ചു. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത് അഡാപ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മാറിപ്പോകരുത്. നമ്മൾ ഇന്റർവ്യൂ ഹാളിൽ പോയിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ 1 മണിക്കൂർ നേരത്തെ എത്തി ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതിനോടൊന്ന് പൊരുത്തപ്പെട്ട് ഒരു മെന്റൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥ സൃഷ്ടിച്ചെടുക്കണം. ഇനി ഞാൻ പറയുന്നത്, ഇന്റർവ്യൂ ഹാളിലേക്ക് നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങൾ പോകുമ്പോൾ ഹാൾ മൈറ്റ് ബി ക്ലോസ്ഡ്. ഹോള് ചിലപ്പോൾ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക, വാതിൽ അടഞ്ഞിട്ടാണ് ഉണ്ടാവുക. സോ വൈൽ യു എൻറ്ററിങ് ഇൻ ടു ദ ഹാൾ, നിങ്ങളോട് ക്ലർക്ക് ഇവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ റോൾ നമ്പറൊക്കെ വിളിച്ചു പോയിക്കോളാൻ പറഞ്ഞു. ക്ലർക്ക് ഇവിടുന്ന് പറഞ്ഞു പോയിക്കോളാൻ എന്നുള്ളത് കൊണ്ട് നിങ്ങളങ്ങ് കയറി പോവുകയല്ല വേണ്ടത്. കാരണം അതിൻ്റെ ഉള്ളിൽ 4 പേര് ഇരിക്കുന്നില്ലേ. അപ്പൊ സമ്മതം ചോദിക്കാതെ അകത്തേക്ക് കിടക്കരുത്. അതോ അടഞ്ഞിട്ട വാതിലാണെങ്കിൽ പ്രത്യേകിച്ചു. ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കേണ്ട മര്യാദയാണ്, പ്രോട്ടോക്കോളാണ്. പക്ഷെ നമ്മളങ്ങനെ പാലിക്കാറില്ല. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ അങ്ങനെ ആയതുകൊണ്ടും സാമൂഹ്യ സൃഷ്ടി അങ്ങനെ ആയതുകൊണ്ടും
നമുക്ക് ചില പൊതുമര്യാദകൾ പാലിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. കേൾക്കുന്നുണ്ടല്ലോ എല്ലാവരും? ആശ, രഞ്ജിനി, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഫിലിം കണ്ടു, ഒരു ഇംഗ്ലീഷ് ഫിലിം. അതൊരു രാത്രി വാർത്തയൊക്കെ 12 മണിക്കൂർ 1 മണിക്കൂർ റിപ്പീറ്റഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ട്, ന്യൂസ് ഡിസ്കഷൻ എപ്പോഴും കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് രാത്രി 12 മണിക്കൂർ 1 മണിക്കൂർ ഓരോരോ ചാനലിലെ ഡിസ്കഷനൊക്കെ അതെൻ്റെ ഏറ്റവും വലിയ ലേണിംഗ് ആക്ടിവിറ്റിയാണ്. കൂടുതൽ പഠിക്കുന്നതിൽ കൂടിയാണ്. പോട്ടെ. അപ്പോൾ രാത്രി വളരെ വൈകിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സിനിമ കണ്ടു. ആ സിനിമയിൽ ഒരു സീൻ എന്താണെന്നറിയോ? അതായത് ഒരു ലേഡി, നല്ല മഴ പെയ്യുന്നുണ്ട്. ഒരു ലേഡി, ഷി വാണ്ടഡ് ടു ക്രോസ് ദ റോഡിൻ്റെ ഈ വശത്ത് ഇടത് വശത്ത് ഇപ്പുറത്തേക്ക് പോകണം. അപ്പോൾ അവരുടെ കയ്യിൽ ഒക്കത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്, 1 വയസ്സുള്ള കുട്ടി. പിന്നെ കയ്യിൽ ഒരു 2-3 വയസ്സുള്ള മറ്റൊരു കുട്ടി അവരെ ഒരു കൈ കൊണ്ട് പിടിച്ചിരിക്കുകയാണ്, മറ്റേ കുട്ടിയെ ഇവിടെ എടുത്തിരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട്, കുട ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഷി വാണ്ടഡ് ടു ക്രോസ് ദ ഡോർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ വാസ് നോ വെഹിക്കിൾ ഓൺ ദ റോഡ്. ഒരു വെഹിക്കിളും ഉണ്ടായിട്ടില്ല. രാത്രി സമയമായിരുന്നു, ഒരു വെഹിക്കിളും ഉണ്ടായിട്ടില്ല. പക്ഷേ സിഗ്നൽ വാസ് ഓൺ, എന്ന് വെച്ചാൽ സിഗ്നൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സിഗ്നൽ റെഡ് സിഗ്നൽ ആയിരുന്നു. ഓക്കെ, ഷി വാണ്ടഡ് ടു ക്രോസ് ദ റോഡ്. ഷി വെയിറ്റഡ് there until the red signal disappears and the green signal comes. അതായത് ആ റെഡ് സിഗ്നൽ മഴയായിട്ട് കൂടി കയ്യിലൊക്കത്തൊരു കുട്ടിയുണ്ട്, ഒരു കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, കുട ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കുട പിടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് കുട ഇങ്ങനെ വെച്ച് കഴുത്തുകൊണ്ട് ഒരുക്കിയിരിക്കുകയാണ്. എന്നിട്ട് കൂടി റെഡ് ലൈറ്റ് കണ്ടപ്പോൾ അവരവിടെ നിൽക്കുകയും ആ മഴയത്ത്, എന്നിട്ട് മഴ കഴിഞ്ഞല്ല, റെഡ് സിഗ്നൽ പോയിട്ട് ഗ്രീൻ സിഗ്നൽ, അതായത് പെഡസ്ട്രിയൻ ക്രോസിങ്ങിൻ്റെ ആ സിഗ്നൽ വരുന്നത് വരെ അവരവിടെ വെയിറ്റ് ചെയ്തു. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാം? നമ്മൾ ശീലിച്ച കൾച്ചർ എന്താണ്? വാഹനങ്ങളില്ലെങ്കിൽ കടന്നു പോകും. നമ്മളെ നോക്കേണ്ട കാര്യം നമുക്കില്ല. അത് നമ്മൾ നമ്പർ 1 എന്നൊക്കെ പറയുന്നത്. നമ്മളങ്ങ് കടന്നു പോകും. നമ്മൾ റെഡ് സൈറ്റില്ല, എന്താ വാഹനമൊന്നും വരുന്നില്ല, മഴയാണ്, എനിക്കപ്പുറം കിടക്കണം ധൃതിയിൽ ഞാൻ കടന്നു. ദിസ് ഷോസ് ദ കൾച്ചറൽ ഡിഫറൻസ്. ഞാനങ്ങനെയാണ് ആ സിനിമയിൽ നിന്ന് മനസ്സിലാക്കിയത്. ഞാൻ അപ്പം നമ്മുടെ നാട്ടിലെ സാഹചര്യമായിട്ട് അതിനെ കമ്പയർ ചെയ്തത്. കാരണം ഐ ടേക്ക് എവറി മൊമെന്റ് ആസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ പഠിക്കും. അപ്പൊ ഇവിടെയും നമുക്ക് അടച്ചിട്ട മുറിയിലേക്ക് എങ്ങനെ പ്രവേശിക്കണം എന്നുള്ളതിന് വലിയൊരു ഒരു പ്രോട്ടോകോൾ ഒന്നും നമുക്കില്ല. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ പാലിക്കേണ്ട മര്യാദകളെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ബിഹേവിയറിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഇതൊക്കെ അപ്പോൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവേശിക്കുമ്പോൾ ഡോർ അടഞ്ഞിട്ടാണ് ഉള്ളത്. നിങ്ങളോട് PSCയുടെ ആ ക്ലർക്ക്, മിക്കവാറും ക്ലർക്കായിരിക്കും പുറത്തുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ റോൾ നമ്പറും കാര്യങ്ങളും പേരും ഒക്കെ വിളിച്ചു, ഓക്കെ ആതിര, സുചിത്ര, ഓക്കെ എന്ന് പറയുന്നത് ആ ക്ലർക്കാണ്. അങ്ങനെ പറയുമ്പോഴേക്കും വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് നോക്ക് ദ ഡോർ 2 times, ഒരു 1-2 തവണ ഒന്ന് മുട്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ചാടിക്കയറി പോയിക്കോന്ന് പറയുമ്പോൾ അങ്ങ് പോകരുതേ. എന്നിട്ട് മിക്കവാറും അവരെ അടയുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അടഞ്ഞിട്ടുണ്ടാവില്ല മൂടുന്നത് വാതിൽ എന്തായാലും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം നോക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ യെസ് കമിൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഡോർമേനെ തുറന്നിട്ട് എത്ര പേരുണ്ട് എല്ലാവരുടെയും മുഖത്ത് ഈക്വലായിട്ട് നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് സാറിനോ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സാറിനോ പറയണം. ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി, മലയാളത്തിലൊന്നും പറയണ്ട. മലയാളമൊക്കെ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു വാക്കായിട്ട് മാറൂല. സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ബുദ്ധിമുട്ടാക്കരുത്. സംസ്കൃതനിഷ്ഠമായ പദങ്ങൾ ലോക്കൽ കമ്മ്യൂണിക്കേഷനിൽ ഒഴിവാക്കാം.
ഉത്തരം പറയുന്നതിൽ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിൽ അത്തരം വാക്കൊക്കെ കൂട്ടിച്ചേർത്താൻ നല്ലതാണ്. പക്ഷെ ലോക്കൽ സാധാരണ കമ്മ്യൂണിക്കേഷനിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ. കാരണം ആ വാക്കുകൾ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയ വാക്കുകളാണ്. അല്ലെങ്കിൽ മേ കമിൻ സർ എന്ന് പറയാം. അപ്പോൾ പറയും കേൾക്കാം. ഇനി ഡോറ് മുട്ടിയിട്ടും അവർ ഒന്നും പറയുന്നില്ലെങ്കിൽ യു വെയിറ്റ് ഫോർ അനദർ 5 സെക്കൻഡ്, പുറത്ത് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ഒന്നും കൂടെ മുട്ടുക. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നോക്ക് ചെയ്യുക, ചെറിയ തോതിൽ അവർ കേൾക്കാൻ മാത്രം പാകത്തിന്. വലിയ ഒച്ചത്തിൽ ആവരുത്, എന്നാൽ അവർ കേൾക്കാതിരിക്കാനും പാടില്ല. അങ്ങനെ നോക്ക് ചെയ്യുക. എന്നിട്ട് ഡോർ കുറച്ച് തുറന്നിട്ട് സർ മേ ഐ കം ഇൻ എന്ന് പറയാം. അപ്പോൾ അവർ കം ഇൻ എന്ന് പറയും. ഇതിലൊന്നും ഒരു കൃത്രിമത്വം ഉണ്ടാവരുത് കേട്ടോ. ഞാൻ ആകെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ബോർഡിന്റെ അനുവാദം വാങ്ങിയിട്ട് മാത്രമേ ഉള്ളിലേക്ക് പോകരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഞാൻ വിശദീകരിച്ചതൊക്കെ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വിശദീകരിച്ചു തന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ബോർഡിന്റെ അനുവാദം ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് പോകാമായിരുന്നു. ബോർഡിന്റെ അനുവാദം വാങ്ങിയിട്ടേ പോകരുത്. അപ്പൊ നിങ്ങൾക്ക് തോന്നി ഈ അനുവാദം ഇപ്പൊ എങ്ങനെയാ വാങ്ങാം, അവിടെ പോയാലേ അനുവാദം കിട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കും, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ പോകുമ്പോൾ നിങ്ങളിവിടെ അവിടെ നോർമലി നിങ്ങൾ പോകുമ്പോൾ തന്നെ അവർ നിങ്ങളെ വെൽക്കം ചെയ്യും. ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് വെൽക്കം ചെയ്യും. ഇരിക്കാൻ പറയും. ഇരിക്കാൻ പറയുമ്പോൾ കസേരയൊന്നും വലിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കി ഇരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇരിക്കാൻ പാകത്തിന് തന്നെയായിരിക്കും അവിടെ കസേര വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് വലിച്ചിട്ട് തറയിൽ കൂടി നിരക്കിയിട്ട് ശബ്ദം ഉണ്ടാക്കരുത്. അതൊക്കെ ഒരു ബാഡ് ആയിട്ടുള്ള ഇംപ്രഷൻ ഉണ്ടാക്കും നിങ്ങളെ കുറിച്ച്. ശ്രദ്ധിക്കേണ്ട. ഓക്കെ. ഇനി അവിടെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയതിന് ശേഷം ബോർഡ് നിങ്ങളെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലോ, മൈൻഡ് ചെയ്യാതിരിക്കില്ല. 99% നിങ്ങളോട് ഇരിക്കാൻ പറയും. സപ്പോസ് ഇരിക്കാൻ പറഞ്ഞില്ലെങ്കിലോ, നിങ്ങൾ അവിടെ വെയിറ്റ് ഫോർ 5 സെക്കൻഡ്സ്, അത്രയും മതി. പിന്നീട് ചോദിക്കാം, സർ മേ ഐ ഓക്കുപൈ മൈ സീറ്റ് എന്ന് അവരോട് ചോദിക്കാൻ വേണമെങ്കിൽ. സർ ഞാൻ ഇരിക്കട്ടെ എന്ന് ചോദിക്കാം. കാരണം നിങ്ങൾ പോയ ഉടനെ ഇരിക്കട്ടെ എന്നല്ല ചോദിച്ചത്. നിങ്ങൾ അവർക്കൊരു സമയം കൊടുത്തു, ഒരു 5-10 സെക്കൻഡോ. എന്നിട്ട് ഇരിക്കാൻ പറയുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പറഞ്ഞതിന് ശേഷം സർ ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ഇരിക്കാം. പക്ഷെ ഈ ഒരു ആവശ്യം വരില്ല. നിങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ അവർ ഇരിക്കാൻ വേണ്ടി പറയും. ഇനി വൈൽ യു സിറ്റ് ഓൺ ദ ടേബിൾ, ചെയർ, എങ്ങനെ ഇരിക്കണം? ഈ ബോഡി ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബോഡി ലാംഗ്വേജ്? ശരീരത്തിന് ഒരു ഭാഷയുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഈ കസേരക്ക്, ഞാൻ ഇരിക്കുന്ന ഈ കസേരക്ക് എത്ര ചായ്വുണ്ടോ അത്ര ചായ്വിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കാം. ഇതാണ് പ്രോപ്പർ വേ ഓഫ് സിറ്റിംഗ്. അല്ലാതെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കാലോ, ഇരിക്കാലോ, വളരെ ലേസായിട്ട് മടിയതെ പോലെ അലസമായിട്ട് എനിക്ക് ഇരിക്കാം. പക്ഷെ അത് ഒരു ശരിയായ രീതി അല്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന രീതി കണ്ടാൽ ബോർഡിന് മനസ്സിലാവും നിങ്ങളുടെ അലസനാണ്, മടിയനാണ്, കാര്യത്തെ ഒരു ഗൗരവത്തിൽ കാണുന്ന ഒരാളല്ല, എല്ലാം സിമ്പിളായിട്ട് എടുക്കുന്നു. അല്ല, ആ രീതി പറ്റില്ല. അല്ലെങ്കിൽ ബോർഡിനോടുള്ള വളരെ ഭവ്യതയോടുകൂടി വളരെ മുന്നോട്ടേക്ക് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കസേരയിൽ സ്പർശിക്കാതെ ഇങ്ങനെ ഇരിക്കരുത്. എന്ന് വെച്ചാൽ അതൊരു അതിവിനയത്തിന്റെ ലക്ഷണമായി കാണും. അതും പാടില്ല. ഓർക്കുന്നത് ഒരു സന്ദർഭം വിവരിച്ചു തരാം. ഉദയനാട് താരം സിനിമ കണ്ടില്ലേ? കണ്ടിരുന്നു സർ. കണ്ടു സർ. അതില് രണ്ടാമത്തെ ഭാഗത്ത് മോഹൻലാൽ ഒരു ഡയറക്ടറൊക്കെ ആയി മാറുകയാണ്. ശ്രീനിവാസൻ പുതിയ സിനിമയിൽ അഭിനയിക്കാൻ സരോജ് കുമാറായിട്ട് വരികയാണ്. രാജപ്പനല്ല, സരോജ് കുമാറായിട്ട്. അപ്പോൾ നമ്മുടെ മറ്റേ നടന്റെ പേരെന്താ, സലീം കുമാറിനെ ഒരു ചെറിയ വേഷത്തിന് വേണ്ടി വിളിക്കുകയാണ്. സലീം കുമാർ മോഹൻലാലുമായിട്ട് പണ്ട് ഒരുമിച്ച് താമസിച്ചാണ്. പക്ഷെ മോഹൻലാൽ ഇപ്പോൾ ഡയറക്ടറാണ്, സലീം കുമാർ ഒരു സപ്പോർട്ടിങ് ആക്ടർ മാത്രമാണ് ആ സിനിമയിൽ, ഗസ്റ്റ് ആർട്ടിസ്റ്റ് പോലെ. ഇദ്ദേഹത്തിന് ഒരു വേഷം കൊടുത്തപ്പോൾ അയാൾക്ക് വളരെ ബഹുമാനം തോന്നി. മോഹൻലാൽ വന്നോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അപ്പൊ പറയുന്നത് ഇപ്പോഴും ഇരിക്കും, അവിടെ കസേരയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഇരിക്കുന്നില്ല. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷൂട്ടിംഗ് കഴിയുന്നത് വരെ നിൽക്കേണ്ടി വരും. സോ അവിടെ ഇരിക്കാൻ പറഞ്ഞു.
അപ്പം സലിംകുമാർ ഇരുന്നത് കസേരയുടെ ഒരു ഭാഗത്ത് മാത്രം സ്പർശിച്ച് ഇങ്ങനെ വിനയത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. അതൊരു ശരിയല്ല. അത് കാരണം നിങ്ങളുടെ മതിപ്പ് മൂല്യം മനസ്സിലാക്കുന്നില്ല. ഇരിക്കാൻ കസേരയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പ്രോപ്പറായിട്ട് ഇരിക്കും. അമിത ബഹുമാനം ഒരു വ്യാജ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ അവർക്ക് തോന്നും. എന്തിനാ ആവശ്യം? ഇത് ഒരുപാട് മനഃശാസ്ത്ര പ്രക്രിയ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഞാൻ ഒക്കെ സിവിൽ സർവീസിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ ഇന്റർവ്യൂവിലൊക്കെ ഇരുന്നിട്ടുണ്ട് മുമ്പ്. എനിക്കറിയാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അതൊന്നും ഒരു വശം. ഇനി നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കൈയൊക്കെ ഉണ്ടല്ലോ, കൈ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. പിന്നെ കൈ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ്. ഇതെന്തിൻ്റെ ലക്ഷണം എന്നറിയോ? ഇത് നിങ്ങളുടെ മനസ്സിൽ ഇത് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഫീൽഡിനെ സൂചിപ്പിക്കുന്ന ഒരു ലക്ഷണമാണ്. ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, കൈ ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പരസ്പര വിരുദ്ധങ്ങളായ ഒരുപാട് വികാരങ്ങളുണ്ട്. ഒരു വികാരം നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു, മറ്റേ വികാരം നിങ്ങൾ അങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു. കേർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറി കേട്ടിട്ടുണ്ടോ? കേർട്ട് ലെവിൻ കേട്ടിട്ടുണ്ട് സാർ. എന്താണ് ഫീൽഡ് തിയറി? ശരണ്യ ഒന്ന് പറയൂ. ക്ഷേത്ര സിദ്ധാന്തം. കേർട്ട് ലെവിൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ സൈക്കോളജി എന്നുള്ള ആ നോട്ട്ബുക്കിലെ പേജിൽ കേർട്ട് ലെവിൻ എന്ന് എഴുതിയിട്ടുണ്ടാവണം, ഫീൽഡ് തിയറി എന്ന് എഴുതിയിട്ടുണ്ടാവണം. അത്ര ഫാസ്റ്റായി ചെയ്തിരിക്കണം കാര്യങ്ങൾ. സമയം വളരെ വളരെ കുറവാണ്. അപ്പോൾ കേർട്ട് ലെവിൻ്റെ തിയറി എന്താണ്? ഫീൽഡ് തിയറി, ക്ഷേത്ര സിദ്ധാന്തം. ഇതൊരു ഇന്റർവ്യൂവിലെ ചോദ്യമാണെന്ന് കരുതിക്കോളൂ. ക്ഷേത്ര സിദ്ധാന്തം കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒന്ന് വിശദീകരിക്കാമോ? എന്താണ് കേർട്ട് ലെവിൻ്റെ ഫീൽഡ് തിയറി? ഒന്നുകൂടെ ഒച്ചത്ത് പറയൂ. Behavior of a person is totally affected by his environment. Behavior of a person is affected by the field emotions. പറഞ്ഞുതരാം. അതായത് ഓരോ മനുഷ്യനും ഓരോ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഫീൽഡ് എന്നാണ് അർത്ഥം. ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിച്ചും വികർഷിച്ചും നിൽക്കുന്ന കുറേ സാഹചര്യങ്ങളുടെ നടുവിലാണ് ഒരു മനുഷ്യനുള്ളത്. സോ കേർട്ട് ലെവിൻ പറയുന്നത് ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസിനുള്ള റെസ്പോൺസ് മാത്രമല്ല, അയാൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഫീൽഡ്. ആ ഫീൽഡിൽ കുറെ അട്രാക്റ്റിങ്ങും ഡിസ്ട്രാക്റ്റിങ്ങുമായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അത് അയാളുടെ വികാരങ്ങളാണ്, അയാളുടെ ഇമോഷൻസ്. ചിലപ്പോൾ ഒരു ഭാഗത്തേക്ക് അയാളെ ആകർഷിച്ചു നിർത്തും, ചില വൈരുദ്ധ്യ വികാരങ്ങൾ മറ്റേ ഭാഗത്തേക്ക് പിടിച്ചു വലിക്കും, അതായത് വികർഷിച്ചു നിർത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് ചില സന്ദർഭത്തിൽ പോയാൽ പോകണോ, ഇന്ന് വേണ്ട നാളെ പോവാം. ഇത് എന്തുകൊണ്ടാണ് മനുഷ്യൻ പോകണോ, അല്ലെങ്കിൽ വേണ്ട അല്ലേ, അല്ലെങ്കിൽ പോവല്ലേ? എന്തുകൊണ്ടാണ് പറയുന്നത്? ലെവിൻ ഒരു മോസ്റ്റ് മോഡേൺ സൈക്കോളജിസ്റ്റാണ്. ബിഹേവിയറിസത്തിന്റെ ആളാണെങ്കിൽ കൂടി ബിഹേവിയറിസത്തിനെ എതിർത്ത് ബിഹേവിയറിസത്തിനെ കുറേയും കൂടെ ഒരു നവീകരിച്ച ഒരാളാണ്. അപ്പോൾ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്ന കുറേ ആകർഷണ വികർഷണ ശക്തികൾ ഉണ്ടാവാം. ആ ശക്തികളാണ് മനുഷ്യന്റെ റെസ്പോൺസിനെ സ്വാധീനിക്കുന്നതും ഒരുപാട് നിർണയിക്കുന്നതും. അല്ലാതെ സ്റ്റിമുലസ് മാത്രമല്ല. സ്റ്റിമുലസ് ആണ് റെസ്പോൺസിനെ ഉണ്ടാക്കുന്നെങ്കിൽ, റെഡ് ലൈറ്റ് കണ്ടപ്പോൾ നിങ്ങൾ വാഹനം നിർത്തി, സ്റ്റിമുലസ് റെസ്പോൺസ് അല്ലേ? നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നു, റെഡ് ലൈറ്റ് കണ്ടു, നിങ്ങൾ എന്ത് ചെയ്തു? വാഹനം പറയൂ, വാഹനം നിർത്തുന്നു. ഓക്കെ. നിങ്ങൾ 40 പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വീട്, നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമായി തോന്നും. സപ്പോസ് വാഹനം ഓടിച്ചു പോകുന്ന ഒരു 50 വാഹനം ഓടിച്ചു പോകുന്ന 50 ഡ്രൈവർമാർ, ഈ 50 ഡ്രൈവർമാരും കാണുന്നത് ഒരേ സ്റ്റിമുലസ് ആണ്.
ഒരേ റെഡ് ലൈറ്റ് ആണ്. പക്ഷെ ഒരേ റെസ്പോൺസ് ആയിരിക്കില്ല 50 ഡ്രൈവർമാരൊന്നും ഉണ്ടാവുന്നത്. കാരണം 50 ഡ്രൈവർമാരും ഉള്ളത് 50 ഡിഫറെന്റ് ഫീൽഡിലാണ്. അവരുടെ ആകർഷ വികർഷണ ശക്തികളുണ്ട് അവരുടെ മനസ്സിൽ. ചില അവിടെ റെഡ് ലൈറ്റ് കണ്ടാലും ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചു കൊടുക്കും. മുമ്പിലുള്ള വാഹനം പോയാലല്ലേ ഇതിന് പോകാൻ പറ്റൂ, എങ്കിലും ഹോൺ അടിക്കും. സപ്പോസ് ദ ഡ്രൈവർ ഈസ് ഡ്രങ്കൺ, വാട്ട് വിൽ ഹാപ്പൻ? അദ്ദേഹം ആ റെഡ് ലൈറ്റ് അനുസരിക്കണമെന്നുണ്ടോ? റെഡ് ലൈറ്റ് കണ്ടാലും അയാൾ വിളിച്ചു പോകില്ലേ? ചിലപ്പോഴും പോകില്ലയോ? പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ ഇൻസെയിൻ ആണെന്ന് നോക്കാം. സ്ഥിരബുദ്ധിയില്ലാത്ത, സമചിത്തതയില്ലാത്ത, നമ്മളെ ഭ്രാന്തൻ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ പറയരുത്. അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിലോ അയാൾക്ക് മനസ്സിലായി എന്ന് വരില്ല കാര്യം. അയാളും കാണുന്നത് ഒരേ സ്റ്റിമുലസ് ആണ്, ഒരേ റെഡ് ലൈറ്റ് ആണ്. പക്ഷേ ഈ റെഡ് ലൈറ്റ് മാത്രമല്ല, സ്റ്റിമുലസ് മാത്രമല്ല റെസ്പോൺസിനെ ഉണ്ടാക്കുന്നത്. SR ബോണ്ട് എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട്, BOND. പക്ഷെ കേട്ട് ലെവിൻ പറയുന്നത് കുറച്ചും കൂടെ ആധുനികനായ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് സ്റ്റിമുലസ് എൻവയോൺമെന്റ് റെസ്പോൺസ് ആണ്, SER ആണ്. SR അല്ല. പറയൂ. SER. സ്റ്റിമുലസ് എൻവയോൺമെന്റ് റെസ്പോൺസ്. സ്റ്റിമുലസ് എൻവയോൺമെന്റ് റെസ്പോൺസ് പറഞ്ഞു പഠിക്ക്. Stimulus Environment environment response. response. അതായത് ഇത്രയും എൻവയോൺമെന്റ്. അപ്പോൾ ഒരു മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്ന ആകർഷ വികർഷണ ശക്തികൾ അടങ്ങുന്ന ഒരു ചുറ്റുവട്ടം ഉണ്ട്. ആ ചുറ്റുവട്ടത്തിന്റെ സ്വാധീനം കൊണ്ടുകൂടിയാണ് മനുഷ്യന്റെ ബിഹേവിയർ ഇവോൾവ് ചെയ്ത് വരുന്നത്. അല്ലാതെ ഒരു സ്റ്റിമുലസ് അല്ല. തോണ്ടേക്ക് പറഞ്ഞത് സ്റ്റിമുലസ് ആണ് റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. പാവലോവ് പറഞ്ഞത് സ്റ്റിമുലസ് ആണ് റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. സ്കിന്നർ അങ്ങനെയാണ് പറഞ്ഞത്. വാട്സൺ അങ്ങനെയാണ് പറഞ്ഞത്. SR. പക്ഷെ ലെവിൻ പറയുന്നത് is not only the stimulus, but the field in which the individual remains that decides the response. അതിനാണ് SCR. അതാണ് ഈ ക്ഷേത്ര സിദ്ധാന്തം. ഈ ക്ഷേത്ര സിദ്ധാന്തം നമ്മൾ പഠനത്തിൽ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടീച്ചറായി പോകുന്നത് ഒഴിവാക്കി തൽക്കാലം. ഇപ്പം നിലവിൽ പഠിപ്പിക്കുമ്പോൾ 5ാം ക്ലാസ് Aയിൽ ക്ലാസ് ടീച്ചർ ലക്ഷ്മി ടീച്ചറാണ്. ഒരു കൊല്ലവും ക്ലാസ് ടീച്ചർ ലക്ഷ്മി ടീച്ചറാണ്. ഒരു കൊല്ലവും ലക്ഷ്മി ടീച്ചർ മലയാളം എടുക്കുന്നത്. ഒരു കൊല്ലവും ലക്ഷ്മി ടീച്ചർ കാണുന്നത് ഒരേ 40 കുട്ടികളെയാണ്. ഒരേ ക്ലാസ് ബെഞ്ചും മുറിയും ഒക്കെയാണ്. ഒരേ ബ്ലാക്ക് ബോർഡാണ്, ഒരേ സിലബസ് ആണ്, ഒരേ കരിക്കുലാണ്. ബട്ട് എവറി ക്ലാസ് ഈസ് ഡിഫറെന്റ്. ഇന്നത്തെ ക്ലാസ് പോലെയല്ല നാളത്തെ ക്ലാസ്. അതെങ്ങനെ സംഭവിക്കുന്നു? ഒരു കൊല്ലം മുഴുവനും പഠിപ്പിക്കുന്ന ഒരേ കരിക്കുലം, ഒരേ സിലബസ്, ഒരേ വിഷയം, ഒരേ ടീച്ചർ, ഒരേ സ്റ്റുഡൻറ്. ബട്ട് ഓഗസ്റ്റ് 15 എടുത്ത ക്ലാസ് പോലെയല്ല ഓഗസ്റ്റ് 16 എടുക്കുന്ന ക്ലാസ്. ലേണിംഗ് സിറ്റുവേഷൻ മേ ബി ഡിഫറെന്റ്, ലേണർ മേ ബി ഡിഫറെന്റ്, ലേണിംഗ് എക്സ്പീരിയൻസ് മേ ബി ഡിഫറെന്റ്. വൈ? ബിക്കോസ് ദ ലേണർ ആൻഡ് ദ ടീച്ചർ ബോത്ത് ആർ ലേണർ. വലിയ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടാളും ലേണറാണ്. പഠിതാക്കളും ടീച്ചറും ഒരേ സമയം ലേണറാണ്. ബോത്ത് ലേണേഴ്സ് ആർ സറൗണ്ടഡ് ബൈ certain field which attracts him or them in a particular direction, or which distract them in another opposite direction. അപ്പം അതുകൊണ്ടാണ് ഒരേ ക്ലാസ്, ഒരേ സിലബസ്, ഒരേ കുട്ടികൾ, ഒരേ ടീച്ചറും ആണെങ്കിലും ക്ലാസ്സുകൾ ഡിഫറെൻ്റ് ആവുന്നത്. അതാണ്. മനസ്സിലായില്ല? എനിക്ക് ഇന്നെടുത്ത പോലെ നാളെ എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ ക്ലാസ്? ഇല്ല. കാരണം പഠന സാധ്യതകളും വ്യത്യാസമാണ്. ഇന്ന് സാമ്പാർ വെച്ച പോലെ നാളെ നിങ്ങൾക്ക് സാമ്പാർ വെക്കാൻ പറ്റുമോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അതാർക്കും പറ്റില്ല, ആരായാലും. അതുകൊണ്ടാണ് നമ്മൾ പറയാ ഇന്ന് ചെയ്ത് ശരിയായില്ല. ഇന്ന് ചെയ്ത് ശരിയാവാത്തതിനെ ഇന്നലെ ചെയ്തത് നിങ്ങൾ തന്നെ, ഇന്ന് ചെയ്തത് നിങ്ങൾ തന്നെ. പക്ഷെ ഇന്ന് ചെയ്തത് എന്തുകൊണ്ട് ശരിയായിട്ടില്ല?
ക്വൈറ്റ് സിമ്പിൾ, ദ ഫീൽഡ് ഈസ് ഡിഫറെൻറ്റ്. അപ്പം നിങ്ങളെ ആകർഷ വികർഷണ ശക്തികളുള്ള ഒരു ഫീൽഡിലാണ് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത് എന്നുള്ള ബോധമാണ്. ഇപ്പം ഞാൻ നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ആക്കുകയും ചെയ്തു, നിങ്ങൾക്ക് ഒരുപാട് സൈക്കോളജിയെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുകയും ചെയ്തു. 2 കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലേ? ചെയ്തു സർ. ചെയ്തു സാർ. ഇതിന്റെ അർത്ഥം മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യമാവുകയും ചെയ്തു. അല്ലാതെ കുറെ കാര്യങ്ങൾ ഞാൻ തത്ത പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ അങ്ങനെ പോയി, ഇനി അവിടെ പോയിട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നിങ്ങൾ. വേഷവിധാനത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ മുഖത്ത് നിങ്ങൾ പരിഭ്രമൊന്നും വേണ്ട, അത് കാരണം നിങ്ങൾ അറിവ് വളർത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം നേരത്തെ മനസ്സിലാക്കണം, നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന മേഖലകൾ ഏതൊക്കെ മേഖല എന്നുള്ള ചോദ്യം വരാം. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പേഴ്സണൽ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഇൻഫർമേഷൻ, പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്, ടീച്ചിങ് ആറ്റിറ്റ്യൂഡ്, പിന്നെ പൊതുവിദ്യാഭ്യാസം, ജനറൽ എഡ്യൂക്കേഷൻ, ക്ലാസ് എടുക്കാൻ, കറണ്ട് അഫയേഴ്സ്, ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ചുള്ള നോളജ്, സൈക്കോളജിയെ കുറിച്ചുള്ള നോളജ്, ഇത്രയാണ് വിഷയം ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന വിധത്തിൽ എടുത്തു തരും, പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ നേരിടാൻ പോകുന്ന സാഹചര്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഗൗരവ സ്വഭാവം, അവരെ നിങ്ങളിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്ത് എന്നുള്ളതൊക്കെ നിങ്ങൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഉദാഹരണത്തിന് ചോദ്യം ഇതാണ്: നിങ്ങൾ ഒരു അധ്യാപികതായിരിക്കും മിക്കവാറും പറയാം. അപ്പം നമ്മളെപ്പോഴും ഫീമെയിൽ ഫ്രണ്ട്ലി സൊസൈറ്റിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലേ, ഷീ ടാക്സി ഇല്ല, പക്ഷെ ഷീ ടാക്സി ഉണ്ട്, ഷീ ലോഡ്ജ്, അല്ലെങ്കിൽ അപ്പോൾ എല്ലാം റേഷൻ കാർഡൊക്കെ അമ്മയുടെ പേരിലും ഭാര്യയുടെ പേരിലൊക്കെയാണ്, അച്ഛൻ്റെ പേരിലോ ഹസ്ബൻഡിൻ്റെ പേരിലൊന്നും അല്ല. അപ്പോൾ ചോദ്യം ഞാൻ എപ്പോഴും അതുകൊണ്ട് അധ്യാപിക എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഒരു അധ്യാപികയായി സെലക്ട് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ദെൻ ടെൽ മീ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ സംഭാവന ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം നിങ്ങൾ കുഴക്കും, ആകുന്നുണ്ടാക്കും. കാരണം നിങ്ങൾ ഒരുപാട് അറിവില്ലെങ്കിൽ, നിലവിലെ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ വീക്ഷണം? വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു? കേരളത്തിൻ്റെ ഭാഷാധ്യാപനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പുതിയ വിദ്യാഭ്യാസ നയം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചൊന്ന് വിവരിക്കാമോ? ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ ക്ലാസ് മുറിയിൽ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ പുനരാരംഭിക്കും? കുട്ടികളെ എപ്പോഴും പഠന സന്നദ്ധതയും മോട്ടിവേഷനും ഉള്ളവരായി നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും നൂതനമായ ആശയം മുന്നിലുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ കുഴങ്ങിപ്പോവും. പക്ഷെ അതൊന്നും അത്ര ഡീപ്പായിട്ടൊന്നും ഈ LP UPയിൽ ചോദിക്കില്ല. പക്ഷെ ഒരു കോളേജ് ലെവലിലൊന്നും ഇൻ്റർവ്യൂ ഇല്ല, +2 അങ്ങനെയുള്ളതിലൊക്കെ ചോദിക്കും. HSIക്കൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇവിടെയും ചോദിച്ചെന്ന് വരാം. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തിഗതമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡിനെ ജഡ്ജ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം, ഇല്ലെങ്കിൽ പേടിയായി പോകും. കേട്ടപാടെ അമ്പരപ്പാവും, ഒരു വെപ്രാളൊക്കെ ഉണ്ടാവും, ഇതെന്താ പറയുക. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രതീക്ഷിച്ച് പോകണം. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അവിടെ ഒരു കൊടും വളവുണ്ട്. യു മസ്റ്റ് തോട്ട്, നേരത്തെ തന്നെ നിങ്ങൾ ചിന്തിച്ചാലോചിച്ച് പോകണം, ആ വളവ് അവിടുന്ന് ഒരു വാഹനം വരാൻ സാധ്യതയുണ്ടെന്ന്, അല്ലേ? അങ്ങനെ ആലോചിച്ചില്ലെങ്കിൽ പിന്നെ പോയിട്ട് നിങ്ങൾ വളവെന്ന് എനിക്കൊരു പ്രശ്നമല്ല പറഞ്ഞിട്ട് പോയാലോ, അപ്പുറത്ത് വാഹനം വരും, ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ ഹാളിൽ പോകുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളോട് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ഇൻഫോർമേറ്റീവ് ചോദ്യങ്ങൾ വരാം. പിന്നെ നിങ്ങളുടെ മൂഡും നിങ്ങളുടെ കാഴ്ചപ്പാടും അളക്കുന്ന അനലൈസിങ് നേച്ചറുള്ള വിശകലന സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അങ്ങനെ പല ചോദ്യങ്ങൾ വരാം. ആ ചോദ്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു നല്ല അധ്യാപകനായിരിക്കാൻ കുട്ടികളെ എത്രത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട്,
അല്ലെങ്കിൽ കേരളത്തിലെ സ്കൂളുകളിൽ ഇപ്പോൾ ബോധനത്തെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ശരിയായ ബോധനത്തെ നേരിടുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ വരാം. ഇതിനൊക്കെ നമ്മൾ സ്ഥിരതയോടുകൂടി സമചിത്തതയോടുകൂടി ഉത്തരം പറയുന്നു. സോ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇതൊന്നും പറയില്ല. അടുത്ത ക്ലാസ് നമ്മൾ എടുക്കാൻ പോകുന്ന 2-3 ക്ലാസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചായിരിക്കും. പിന്നീട് ഒരു 2-3 ക്ലാസ്, അതായത് 2.5 മണിക്കൂറുള്ള 2-3 ക്ലാസ് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും പൊതുവിദ്യാഭ്യാസത്തെ കുറിച്ചായിരിക്കും. ഈ രണ്ടാണ് പ്രധാനപ്പെട്ട 2 മേഖല. ഓക്കെ. പിന്നെ ബയോഡാറ്റ ഫോമൊക്കെ പൂരിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ബയോഡാറ്റ എല്ലാം സത്യസന്ധമായിട്ട് തന്നെ പൂരിപ്പിക്കണം. ഒരു കളവും എവിടെ എഴുതരുത്. അതൊരു നല്ല ശീലമല്ല. ഓക്കെ. പിന്നെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോബി പോലുള്ള കാര്യങ്ങൾ എഴുതുമ്പം ഉള്ള ഹോബി, നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെ ആയിരിക്കണം ഹോബിയായിട്ട് എഴുതേണ്ടത്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡൊക്കെ ചോദിക്കുന്നുണ്ട് ബയോഡാറ്റയിൽ. അപ്പോൾ നിങ്ങളുടെ ഹോബി എന്താണോ ആ യഥാർത്ഥ ഹോബി എഴുതുക. യഥാർത്ഥം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഗുണമെന്ന് അറിയാം. നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റും. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞൊന്നും അറിയില്ല. ഹോബി എഴുതുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പോർട്സ് ഒരു വലിയ ഹോബി ആയിരിക്കും. പക്ഷെ സ്പോർട്സ് എന്ന് എഴുതരുത്. സ്പോർട്സ് ഒരു വലിയ വിഷയമാണ്. സ്പോർട്സിൽ ഏതെങ്കിലും ഒരു ഈവൻ്റ് എഴുതുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. സ്പോർട്സ് പറഞ്ഞാൽ നിങ്ങളോട് ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ഹോക്കി, ടേബിൾ ടെന്നീസ് എല്ലാത്തിനെ കുറിച്ച് ഏതിനെ കുറിച്ച് വേണമെങ്കിൽ ചോദിക്കാം. അത് വലിയ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് നിങ്ങളെ സ്പോർട്സാണ് താല്പര്യമെങ്കിൽ കൂടി സ്പോർട്സിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരു ഇനം ക്രിക്കറ്റ്, അത് എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിക്കറ്റിനെ കുറിച്ച് മാത്രമേ ചോദിക്കൂ. കാട് കയറി എല്ലാ സ്പോർട്സ് ഇനങ്ങളെ കുറിച്ചും ചോദിക്കില്ല. അപ്പം ലിമിറ്റ് ചെയ്യാം നിങ്ങളെ തന്നെ. കൃഷിയാണ് നിങ്ങളുടെ താല്പര്യം. ഓക്കെ, കൃഷി താല്പര്യം ഉണ്ടാവും. പക്ഷെ കൃഷി ചെയ്താൽ വലിയ ബുദ്ധിമുട്ട്. കൃഷി ഒരു വലിയ വിഷയമാണ്. പകരം ഉദ്യാന കൃഷി അല്ലെങ്കിൽ ടെറസിൽ പച്ചക്കറി വളർത്തൽ എന്നൊക്കെ ചുരുക്കി കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മാത്രമേ ചോദ്യങ്ങൾ വരൂ. ഇങ്ങനെയെങ്കിലും ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് വായന എന്നാണെങ്കിൽ വായനയെക്കുറിച്ച് എഴുതുമ്പോൾ വായന എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ വായനയെക്കുറിച്ച് അറിയണം. പ്രതീക്ഷിക്കണം ഏതൊക്കെ ഏത് മേഖലയിലല്ല. എനിക്ക് നോവലാണ് ഇഷ്ടം, അല്ലെങ്കിൽ കവിതയാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അവസാനം വായിച്ച പുസ്തകത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ ആ പേര് പറയാൻ നിങ്ങൾക്ക് പറ്റണം. ആ പുസ്തകം ഒരുപക്ഷെ 100 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകമാണെങ്കിലോ ബോർഡ് ചിലപ്പോൾ നിങ്ങളോട് വീണ്ടും ചോദിച്ചെന്ന് വരും. ഞാനെന്ന് നിങ്ങളോട് പറഞ്ഞു കവിതയാണ് ഇഷ്ടം. ഏത് അവസാനം വായിച്ചത്? സോറി, ഞാൻ കുമാരനാശാന്റെ കരുണയാണ് അവസാനമായിട്ട് വായിച്ചത്. അപ്പോൾ ബോർഡിനൊരു പെട്ടെന്ന് ബോർഡ് ചോദിക്കും എന്താണ് ഈ കരുണ ഇപ്പം ഈ 2021 വായിക്കാൻ കാരണം? ഒരു 70 കൊല്ലം മുമ്പ് 60 കൊല്ലം മുമ്പ് എഴുതിയൊരു കൃതി ഇപ്പൊ വായിക്കാൻ എന്താ കാരണം എന്നൊരു ചോദ്യം തിരിച്ചു വരും. അപ്പൊ അതിന് ഉത്തരം പറയണം നിങ്ങൾ, ഉണ്ടായിരുന്നൂടാ. അപ്പൊ പറയണം ശരിയാണ് കരുണ എഴുതിയത് കൊല്ലം ഈ പറയുന്നതിൻ്റെ പറയാൻ പോകുന്ന പുസ്തകത്തിന്റെ അത് ഇറങ്ങിയ വർഷം, അതിൻ്റെ ഓതർ, ആ ഓതറുടെ മറ്റ് കൃതികൾ, ആ ഓതറുടെ രചനകളുടെ പൊതു സ്വഭാവം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ. അവസാനമായിട്ട് വായിച്ചത് പിന്നെ നിങ്ങൾ MTയുടെ മഞ്ഞാണ്, അല്ലെങ്കിൽ 4 കെട്ടാണ്, 2 മൂഴാണ്, ഒക്കെ ശരി തന്നെ. അപ്പൊ നിങ്ങളോട് അതിനെക്കുറിച്ച് ചോദിക്കണമെന്നില്ല. MTയുടെ മറ്റു പുസ്തകങ്ങളെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ MTയുടെ രചനകളിൽ ഉടനീളം കണ്ടുവരുന്ന പൊതു സവിശേഷതയെ കുറിച്ച് ചോദിക്കാം. അങ്ങനെ ചോദിക്കാം. അപ്പൊ നിങ്ങളോട് കരുണയാണ് ഞാൻ വായിച്ചത് അവസാനമായിട്ട്. അപ്പൊ ബോർഡ് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും വൈകി വായിക്കുന്നത് കരുണ? അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ 10, 30, 35 വയസ്സാവാം. അപ്പൊ നിങ്ങൾ പറയണം, സത്യസന്ധമായിട്ട് പറയണം, സർ ഞാൻ കരുണ ഇപ്പോഴല്ല ആദ്യമായിട്ട് വായിക്കുന്നത്, ഞാൻ 10 വർഷം മുമ്പേ വായിച്ചതാണ്. കുറച്ച് ഈ അടുത്ത കാലത്തും ഞാൻ വായിച്ചു. ഇപ്പൊ ഞാൻ 2020 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഇത് ഞാൻ 3ാമത്തെ തവണയാണ് കരുണ വായിക്കുന്നത്. സോ ദാറ്റ് ഈസ് ക്ലിയർ. അല്ലാണ്ട് കരുണ 60 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകം ഇന്ന് ആദ്യമായിട്ട് വായിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു പൊരുത്തക്കേടുണ്ട്.
അപ്പൊ ഇങ്ങനെ പറയാൻ ഞാൻ മൂന്നാമത്തെ തവണയാണ് വായിക്കുന്നത്. അപ്പൊ ബോഡി തിരിച്ചു ചോദിക്കും, എന്താ 3 തവണയും നിങ്ങൾ കരുണ വായിക്കുക? എന്താണ് കരുണയിൽ നിങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകം? അത് പറയാൻ പറ്റും. എന്താണ് കരുണയുടെ പ്രമേയം എന്ന് വെച്ചാൽ പറയാൻ പറ്റും. അല്ലാണ്ട് ഹോബി എന്ന് എഴുതുമ്പോൾ എന്തെങ്കിലും ഒന്ന് എഴുതി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തരുത്. ഏറ്റവും നിങ്ങൾക്ക് അറിയുന്ന അതോറിറ്റിയുള്ള വിഷയം തന്നെ എഴുതണം. So there are plenty of things are there to keep in mind while going to interview. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ഈ ഓരോ സബ്ജക്റ്റിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട 2 മേഖല ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസവും. ഓക്കെ ഓക്കെ സർ. Okay, sir. ഓക്കെ. അപ്പൊ Thank you, sir. Thank you, sir. Thank you, അടുത്ത sir. ഞായറാഴ്ച